പാസ്റ്റർ സാം വർഗീസിൻ്റെ ഗുഡ് ഫ്രൈഡേ ദിനപ്രസംഗം അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് 5000 പേര് അത് കാണുമെന്നാണ്. എന്നാൽ അത് എത്ര പേർ കണ്ടെന്നറിയാമോ? 40,000-ഓളം ആളുകളാണത് കണ്ടത്. അതിനുണ്ടായ റെസ്പോൺസും അത്ഭുതകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രസംഗത്തിൻ്റെ 2ാം ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഉറപ്പായും നിങ്ങളിത് കാണുക. ഇത് നിങ്ങളുടെ ജീവിതത്തെ ടച്ച് ചെയ്യും, തീർച്ചയാണ്. ക്രിസ്തുവിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ പാസ്റ്റർ രാജു പൂവക്കാല, തൻ്റെ കുടുംബം, ഇവിടെ വേദിയിലും സദസ്സിലായിരിക്കുന്ന കർത്തദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ആദ്യമേ അറിയിക്കുന്നു. ഈ സഭയിൽ വന്ന് രാവിലെയും വൈകുന്നേരത്തും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും അതിലുപരി ദൈവത്തിനും എന്നെ ക്ഷണിച്ചവർക്കുള്ള നന്ദിയും ഞാൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ദുഃഖവെള്ളിയാഴ്ച എന്ന പേരിൽ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഇന്ന് ചില ആചാരങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പം ദൈവമക്കളായ നമുക്ക് ദൈവസന്നിധിയിൽ വന്ന് ദൈവവചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെയാണ് ധ്യാനിച്ചത്. അതിൻ്റെ അർത്ഥം ക്രൂശിലെ 7 മൊഴികൾ എന്നിവിടെ പറഞ്ഞില്ല. ഗെത്സമന മുതൽ ഗബഥ വഴി ഗോൽഗഥയിലേക്കൊരു ഗൈഡഡ് ടൂർ നമ്മളെടുത്തില്ല. പക്ഷേ വളരെ അത്യാവശ്യം നമ്മൾ കേൾക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ കേട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നാളെ ഈ പട്ടണത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഏകദേശം പട്ടണം മുഴുവൻ അടച്ചിരിക്കുകയാണ്. എൻ്റെ മുമ്പിൽ നേരിട്ട് വരേണ്ടുന്ന അനേകർ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് കാണുന്നുണ്ടെന്നറിയാം. നിങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും മുന്നിലിരിക്കുന്ന ക്യാമറയെ ഞാൻ നോക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. എനിക്കെപ്പോഴും മുന്നിലിരിക്കുന്ന ആൾക്കാരെയാണ് ശ്രദ്ധ. ഇപ്പോൾ ഞങ്ങളെ ദൂരെ ഇരുന്ന് കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്നവർ, ഇനി കാണാൻ സാധ്യതയുള്ളവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയാറുണ്ട്: ദ വർക്ക് ഓഫ് ദ ക്രോസ് സേവ്സ് അസ്. ക്രൂശിൽ യേശു ചെയ്ത പ്രവൃത്തി നമ്മളെ രക്ഷിക്കുന്നു. ചെയ്ത് തീർത്ത പ്രവൃത്തി, ദ ഫിനിഷ്ഡ് വർക്ക് ഓൺ ദ ക്രോസ് സേവ്സ് അസ്. നമ്മളെ രക്ഷിച്ചു, ശരിയല്ലേ? ഇവിടെ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട എല്ലാവരും എങ്ങനെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടെ? ക്രൂശിൽ യേശു ക്രിസ്തു 2000 കൊല്ലം മുമ്പ് ചെയ്ത പ്രവൃത്തി, തൻ്റെ ജീവനെ കൊടുത്തു. അത് വിശ്വസിച്ചാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ക്രോസ് ഷേപ്സ് അസ്. ക്രൂശിനൊരു തത്വമുണ്ട്. ആ തത്വമാണ് നമ്മളെ പണിതെടുക്കുന്നത്. എത്ര പേർക്കത് മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. ഒരുപാട് സ്തോത്രം ഒന്നും കേൾക്കാത്തതിനായിട്ടും ദൈവത്തിന് സ്തോത്രം. കാരണം ഒത്തിരി സ്തോത്രം കേട്ടാൽ എൻ്റെ കോൺസെൻട്രേഷൻ പോകും. കാരണം എനിക്കത് ശീലമില്ല. അതുകൊണ്ട് എനിക്ക് ദൈവം അങ്ങനെ ഒരു കൃപയാണ് തന്നിരിക്കുന്നത്. ഞാനൊരിക്കൽ പണ്ട് ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് ഏകദേശം 30 വർഷം മുമ്പ് ഒരു സഭയിൽ ചെന്നപ്പം ഞാനങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് ആദ്യത്തെ സെൻറ്റൻസ് പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം അങ്ങ് ആത്മാവിലായി. ഭയങ്കര കയ്യടി, എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ആരാധിക്കുന്നു. എനിക്ക് പിടികിട്ടിയില്ല. പെട്ടെന്ന് എൻ്റെ ഉള്ളി, അന്നത്തെ എൻ്റെ, ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുപ്പമല്ലേ, എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, എടാ നീ വിചാരിക്കുന്ന പോലെ അല്ല സാമേ, നിനക്ക് ഭയങ്കര അഭിഷേകമാണ്. നീ എഴുന്നേറ്റ് നിന്നപ്പം കണ്ടോ ആത്മാവിലങ്ങ് നിറഞ്ഞ കണ്ടോ? അപ്പോൾ ഞാൻ പ്രസംഗമൊക്കെ നിർത്തി ഞാനിങ്ങനെ, ദൈവമേ ഇത്രയും അഭിഷേകം ഉണ്ടെന്ന് എനിക്ക് പോലും തോന്നിയില്ലല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അവിടെ ദൈവവചനം പറഞ്ഞ് ജനങ്ങൾ കേൾക്കരുതെന്ന് പിശാചിന് നിർബന്ധമുള്ള പോലെ തോന്നി. ആരും തെറ്റിദ്ധരിക്കരുത്. അന്ന് ഞാനൊരു പാഠം പഠിച്ചു. അന്ന് എന്തു പറ്റിയെന്നറിയാമോ? ഈ വെള്ളത്തിൽ ഞാനും അങ്ങ് ലയിച്ചു പോയി. അവസാനം പറയാൻ വന്ന് ദൈവവചനം പറയാതെ പോയി. അതായിരുന്നു പിശാചിന് വേണ്ടിയിരുന്നത്. പിന്നീട് ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പം ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമ്പോൾ ഞാൻ പറയും, നല്ല കാര്യം, എനിക്ക് സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. അപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കുക, ഈ വചനം കേൾക്കുക. കാര്യം ദൈവവചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. നല്ലവണ്ണം ഓർക്കണം. ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ക്രോസ് ഷേപ്സ് അസ്. ദ വർക്ക് ഓൺ ദ ക്രോസ് സേവ്സ് അസ്. നമ്മളെ രക്ഷിച്ചത് ക്രൂശിലെ പ്രവൃത്തിയാണ്. പക്ഷേ എന്നെ രൂപാന്തരപ്പെടുത്തി മുന്നോട്ട് ക്രിസ്തുവിനെ പോലെ ആക്കിയെടുക്കുന്നത് ക്രൂശിൻ്റെ തത്വമാണ് പ്രിയപ്പെട്ടത്. അതാണ് ഇന്ന് രാവിലെയും നമ്മൾ കണ്ടത്. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് എല്ലാവരോടും ക്ഷമിച്ച ക്രിസ്തു, തൻ്റെ അവസാനത്തെ ശുശ്രൂഷയും തികച്ചിട്ട് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു. ഇന്ന് ഞാനും നിങ്ങളും ക്ഷമിക്കാതിരിക്കുന്നുവെങ്കിൽ
ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കത്തേ ഉള്ളൂ, മരിക്കത്തില്ല. പക്ഷേ എൻ്റെ കർത്താവ് എല്ലാവരോടും ക്ഷമിച്ചിട്ട് താൻ പ്രാണനെ വിട്ടു. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച മറ്റൊന്നും നിങ്ങൾ ഓർത്തില്ലെങ്കിലും അത് ഓർത്തോണം. ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടോ? രണ്ടും, ടു ആസ്ക് ഫോർഗീവ്നെസ് ആൻഡ് ടു ഫോർഗീവ് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. ഒരാളോട് ക്ഷമിക്കുന്നതൊരു കാര്യം, മറ്റൊരാളോട് പോയി ക്ഷമ ചോദിക്കുന്നത് മറ്റൊരു കാര്യം. രണ്ടും നമുക്ക് ആവശ്യമാണ്. ഇത് രണ്ടും നമ്മൾ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദ കോൾ ടു ഡിസൈപ്പിൾഷിപ്പ് ഈസ് ദ കോൾ ടു ഡൈ. നല്ലോണം ചിന്തിക്കണം. നമ്മൾ ശിഷ്യരായി തീരുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ രാവിലെ വാക്യം വായിച്ചത് കാരണം ഒന്നുകൂടെ വായിപ്പിക്കുന്നില്ല. നിങ്ങൾ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കുക, എൻ്റെ ശിഷ്യരായി തീരണം. അപ്പം ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ എന്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? ഒരു ശിഷ്യനാകാൻ മാത്രമല്ല. ഹി ഹാസ് കോൾഡ് us ടു കം ആൻഡ് ഡൈ. നമ്മളെ മരിക്കാനാണ് വിളിച്ച്. സ്വന്തം പ്രാണനെ കൂടെ എന്തു ചെയ്യണം? ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ആ ഒരു മനോഭാവത്തിൽ വേണം നമ്മളൊരു ശിഷ്യനായിരിക്കുവാൻ. ഇന്നത്തെ ഏറ്റവും വലിയൊരു സങ്കടം, അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറയാം. എ ക്രോസ്ലെസ് ക്രിസ്ത്യാനിറ്റി ഈസ് കൗണ്ടർഫീറ്റ്. ഇന്നൊരു വ്യാജ ക്രിസ്തീയത ഇന്ന് ഉണ്ട്. വ്യാജ ക്രിസ്തീയത അതെന്താണെന്നറിയാമോ? ക്രൂശുരഹിത ക്രിസ്തീയത ഒരു വ്യാജ ക്രിസ്തീയതയാണ്. എത്ര പേര് അതിനൊരാമയും പറയും? ഇന്ന് പലപ്പോഴും ക്രൂശില്ലാത്ത സുവിശേഷം, ക്രൂശില്ലാത്ത ശിഷ്യത്വം, ക്രൂശില്ലാത്ത ശുശ്രൂഷകൾ, ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് ക്രൂശ് കേന്ദ്രീകൃതമായിട്ട് വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതവും എൻ്റെ ശിഷ്യത്വ ജീവിതവും എൻ്റെ ശുശ്രൂഷയും എല്ലാം. അതുകൊണ്ട് നമ്മുടെ സഭകളിലേക്ക് ആ ക്രൂശ് കടന്നു വരട്ടെ. അതിൻ്റെ അർത്ഥം ഇവിടെ തൂക്കുന്നൊരു കുരിശല്ല, നമ്മുടെ ക്രോസ് സെൻറ്റേർഡ് ലൈഫ്, ഒരു ക്രൂശ് കേന്ദ്രീകൃതമായ ക്രിസ്തീയതയും ക്രിസ്തീയ ശുശ്രൂഷയും മടങ്ങി വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, എ ക്രോസ്ലെസ് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ഓൺലി കൗണ്ടർഫീറ്റ്, ഇറ്റ് ഈസ് കാർണൽ. കാർണൽ എന്ന് പറഞ്ഞാൽ ജഡീകമാണ്. ഇന്നത്തെ ക്രിസ്തീയത പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാം, ജഡീകമാണ്. അതിനകത്ത് ആത്മീയത ഇല്ല, ജഡീകമാണ്. അല്ലെങ്കിൽ വേറൊരു വാക്യം പറഞ്ഞാൽ ഇറ്റ്സ് കോൾഡ്, അത് വളരെ തണുത്തതാണ്, അല്ലെങ്കിൽ ഡെഡ്, ചത്തതാണ്. ഇത് പലപ്പോഴും സഭകളിലുള്ള ക്രിസ്തീയത ക്രൂശ് ഇല്ലാത്തത് കൊണ്ടാണ് അതൊരു വ്യാജമാണ്, അതൊരു ചത്തതാണ്, അത് ജഡീകമാണ്. നമ്മുടെ ഇടയിൽ നിന്ന് ഈ ജഡീകത മാറണം. ഈ തണുപ്പും ഈ ജീവനില്ലാത്ത അവസ്ഥയും മാറണം. അതേപോലെ ഈ കൗണ്ടർഫീറ്റ് അല്ല നമുക്ക് വേണ്ടി, വ്യാജനല്ല വേണ്ടത്, നമുക്ക് വേണ്ടുന്ന ഒറിജിനലാണ്. ആ ഒറിജിനൽ എന്ന് പറഞ്ഞത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട എൻ്റെ ജീവിതം, അനുദിനം കുരിശെടുത്ത് അവൻ്റെ പിന്നാലെ അവൻ്റെ ശിഷ്യനായി പോകുന്ന ആ ജീവിതമാണ് ഒറിജിനൽ. അങ്ങനെയെങ്കിൽ ആ ഒറിജിനലിലേക്ക് നമുക്ക് മടങ്ങി വരാം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ വചനത്തിൻ്റെ ഒരു ഭാഗം വായിക്കാനായിട്ട് പോകാം. The power of God is always found where the Spirit leads you. ദൈവത്തിൻ്റെ ശക്തി എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ദൈവാത്മാവ് നടത്തുന്നിടത്താണ് ദൈവശക്തി കാണപ്പെടുന്നത്. അതിനെങ്കിലും ഒരു ആമേൻ പറയാമോ? ദൈവാത്മാവ് നടത്തപ്പെടുന്നിടത്താണ് ദൈവശക്തി കാണപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭകളിലും നമ്മുടെ ദേശത്തും കാണണം. അങ്ങനെ ദൈവാത്മാവ് നടത്തുന്നിടത്ത് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ കാണും. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 3, 4, 5 വാക്യം ഒന്ന് വായിക്കാം. ജോൺ ചാപ്റ്റർ 13, 3, 4, 5. യോഹന്നാൻ 13-ന്റെ 3, 4, 5 വാക്യങ്ങൾ. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഒരു ക്രൂശിത ജീവിതത്തിൻ്റെ ഒരു അടയാളമാണിത്. ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ഭാവം ധരിക്കേണ്ടവരാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഈ മാതൃക നമ്മൾ പാലിക്കണം. ഏതാണ് മാതൃക? അവിടുത്തെ ആദ്യത്തെ വാക്യം, പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു.
2, താൻ ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നും അറിഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം തൻ്റെ ഐഡൻറ്റിറ്റി നല്ലവണ്ണം കർത്താവിന് അറിയാമോ, താൻ ആരാ, എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോകുന്നു. 2, പിതാവ് എല്ലാം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പിതാവ് നമുക്ക് യേശു സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകാൻ. അതിൻ്റെ അർത്ഥം ആ അധികാരം ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരിക, നിങ്ങൾ പോകും അല്ലേ. ഇന്ന് നമ്മൾ പലപ്പോഴും അധികാരത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഏറ്റവും കൂടുതൽ അടിപിടി കൂടുന്നതിന് കാരണം നമ്മൾ ആരാണെന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. ആമേൻ. ആരും പറയണ്ട, പേടിക്കണ്ട. ഇന്ന് ഏറ്റവും സഭകളിൽ തന്നെ സ്ഥാനമാനങ്ങൾക്കുള്ള വഴക്ക്, തർക്കം, കോടതി വ്യവഹാരങ്ങൾ പോലും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നാം ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇന്ന് ദൈവമക്കളായ നമുക്കും നമ്മൾ ആരാണെന്നുള്ള അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്കൊന്ന് കുനിഞ്ഞ് ഒന്ന് താണ് ഒരാളെ ശുശ്രൂഷിക്കാൻ കഴിയാതിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, താൻ ആരാണ്, എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് അറിഞ്ഞത് കാരണം അടുത്തത് എഴുതിയിരിക്കുന്ന 4-ാം വാക്യം, എഴുന്നേറ്റ് വസ്ത്രമൂരി വെച്ചു. ഇപ്പം നമ്മളെല്ലാം വസ്ത്രം ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വസ്ത്രം കാണിക്കുന്നത് നമ്മൾ ആരാണ്, നമ്മുടെ പൊസിഷൻ, നമ്മുടെ ടൈറ്റിൽ, നമ്മുടെ പേഴ്സണാലിറ്റി അല്ലേ, എൻ്റെ ഐഡൻറ്റിറ്റി, ഇതെല്ലാമാണ് എൻ്റെ വസ്ത്രം കാണിക്കുന്നത്. യേശുവിന് താൻ ആരാണെന്നുള്ളത് നല്ല അറിവും ബോധ്യവും ഉണ്ടായിരുന്നുകൊണ്ട് തനിക്ക് ഈ ഐഡൻറ്റിറ്റി, ഈ വസ്ത്രം, ഇത് ഊരി വയ്ക്കാൻ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇന്ന് ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ ഇന്ന് കഷ്ടപ്പെടുന്നത് ഇതൊന്ന് അഴിച്ചു വയ്ക്കാനാണ്. എൻ്റെ കർത്താവിന് അത് അഴിച്ചു വയ്ക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. ക്രൂശിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു പാഠമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ഐഡൻറ്റിറ്റി, എൻ്റെ ഈ സ്ഥാനം, എൻ്റെ ഈ പൊസിഷൻ, എൻ്റെ ഈ പറഞ്ഞ പോലെ അധികാരങ്ങൾ, ഇതെല്ലാം ചിലപ്പോഴെങ്കിലും ഞാൻ ഉരിഞ്ഞു വയ്ക്കേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്തു, അത് ഊരി വെച്ചിട്ട് പകരം ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി. ആ തുവർത്തെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അടിമകൾ ഒരു ജോലി ചെയ്യുമ്പോൾ, ഒരാളെ ശുശ്രൂഷിക്കുമ്പോൾ ധരിക്കുന്നൊരു വേഷമാണ്. യേശുവിന് അതെടുത്ത് ധരിക്കേണ്ട ഒരാവശ്യമില്ല. താൻ അവിടെ അടിമയല്ല. പക്ഷേ സകലത്തിൻ്റെയും നാഥൻ ഒരു അടിമയായി ആ അടിമയുടെ വസ്ത്രം എടുത്ത് ചുറ്റി. അതിൻ്റെ അർത്ഥം അധികാരത്തിൻ്റെ വസ്ത്രം ഊരി വെച്ചു, ഒരു അടിമയുടെ വസ്ത്രം എടുത്ത്, ഒരു സേവിക്കുന്നവൻ്റെ ശുശ്രൂഷകൻ്റെ വസ്ത്രം എടുത്ത് താൻ ചുറ്റി. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും ഈ അരിയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. നിങ്ങൾക്കറിയാം, ഇന്നലെ അറിയപ്പെടുന്ന വലിയ ദേവാലയങ്ങളിലൊക്കെ അഭിമന്യ മെത്രാന്മാർ തന്നെ പോയി എന്ത് ചെയ്തു, തിരഞ്ഞെടുക്കപ്പെട്ട് മുന്നിലിരുത്തിയ 2-3 പേരുടെ കാല് പോയി പതുക്കെ ഒന്ന് വെള്ളം ഇങ്ങനെ തൊട്ടൊന്ന് കഴുകി ഒരു ചുംബനമൊക്കെ കാലിന് കൊടുത്തു. എല്ലാ തിരുമേനി വരവോ ചെയ്യുന്നത്, ഞങ്ങളുടെ തിരുവനന്തപുരത്തെ തിരുമേനി അത് ചെയ്തതായിട്ട് ഞാൻ കണ്ടു എന്നല്ലേ. അതിൻ്റെ അർത്ഥം വർഷത്തിലൊരിക്കൽ ഒരു ബിഷപ്പ് വന്നൊരു ലേമൻ്റെ കാല് കഴുകുന്നു, സത്യമാണത്. പക്ഷെ ഓർക്കണം, അതൊരു ചടങ്ങെന്ന പോലെ ചെയ്യാനല്ല കർത്താവ് പറഞ്ഞത്. ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ മനോഭാവം അതായിരിക്കണം. എൻ്റെ അധികാരം അവിടെ നിൽക്കട്ടെ, എൻ്റെ സ്ഥാനം അവിടെ നിൽക്കട്ടെ, പക്ഷേ ഏത് നിമിഷവും ആ സ്ഥാനം ഞാൻ ഊരി വെച്ചിട്ട് ഒരു അടിമയുടെ വേഷമെടുത്ത് ഞാൻ മറ്റുള്ളവരെ, എൻ്റെ സഹോദരനെ സേവിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞാൻ തയ്യാറാണ് എന്നൊരു മാതൃക എൻ്റെ യേശു തമ്പുരാൻ കാണിച്ചു തന്നു. ഇന്ന് വൈകുന്നേരം നിങ്ങൾ ആദ്യം പഠിക്കേണ്ടുന്ന പാഠം അതാണ് പ്രിയപ്പെട്ടവരെ. ഈ മാതൃകയാണ് നമുക്ക് പിൻപറ്റുക. അതിൻ്റെ അർത്ഥം അടുത്ത ആഴ്ചയുടെ കാലുകഴിയിൽ ശുശ്രൂഷ നടത്തണമെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. കാലുകഴി ശുശ്രൂഷ നടത്താൻ വലിയ എളുപ്പമാണ്. ചില പാത്രവും വെള്ളവും തോർത്തും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അന്യനും ഇരുന്ന് കഴുകാം. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം, എൻ്റെ മനോഭാവമാണ്. ഒരു ഓഫീസിൽ ഒരു പക്ഷേ ഒത്തിരി സ്റ്റാഫുണ്ട്, അവിടെ ഒരു പ്യൂണുണ്ട്. അയാളാണ് ചായ ഇട്ട് എല്ലാവർക്കും കൊണ്ട് മേശപ്പുറത്ത് കൊണ്ട് ചായ വെച്ചു കൊടുക്കുന്നത്. അയാളുടെ ജോലിയാണ്. ഒരു ദിവസം ആ പ്യൂൺ വന്നില്ല. അവിടുത്തെ ക്ലർക്ക് ചായ ഇട്ട് കൊണ്ട് കൊടുക്കുമോ? പോട്ടെ, അവിടുത്തെ മാനേജർ ഇന്ന് പ്യൂണില്ല, ഞാൻ ചായ ഇട്ട് കൊണ്ട് തരാം, ചായ ഇട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കത്തില്ല. അതെൻ്റെ ജോലിയല്ല. തൊട്ട് താഴേക്കൊന്ന് ഇറങ്ങാൻ നമുക്ക് തയ്യാറല്ല. അങ്ങനെയാണെങ്കിലാണ് ഇവിടെ ഗുരുനാഥനുമായവൻ തൻ്റെ ശിഷ്യന്മാരുടെ കാല് പോയി കഴുകി തുവർത്തി. ഇതൊരു മാതൃകയാണ്. ഈ മാതൃക നമ്മൾ പിൻപറ്റണം. അല്ലെങ്കിൽ വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഈ ഭാവം തന്നെ നമുക്കും ഉണ്ടായിരിക്കണം. എത്ര പേർക്കത് മനസ്സിലായി പ്രിയപ്പെട്ടവരെ അല്ലേ? ഇവിടെയാണ് നമുക്ക് വേദപുസ്തകത്തിലുടനീളം ക്രിസ്തുവിൻ്റെ
അനുകാരികളായിരിക്കുവാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് ശിഷ്യന്മാർ തന്നെ അപ്പോസ്തലന്മാർ പലയിടത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കും. എൻ്റെ അർത്ഥം ഫോളോ മീ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്നു പൗലോസിന് അത് പറയാൻ. കാര്യം പൗലോസിന് ഒരു സംശയമില്ല, ഞാൻ ക്രിസ്തുവിനെയാണ് അനുകരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുകരിച്ചാൽ തെറ്റത്തില്ല. ഇത് നമ്മൾ നേരെ തിരിച്ച ഇന്നത്തെ കാലഘട്ടത്തിലെ ശുശ്രൂഷകരായ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തൊരു മനുഷ്യനെയും നോക്കണ്ട, നേരെ മേളിലോട്ട് നോക്കിക്കോ, എന്നെയും നോക്കണ്ട. മുൻകൂർ ജാമ്യം എടുത്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ആരും എന്നെയും നോക്കത്തില്ലല്ലോ. പക്ഷേ പൗലോസ് അങ്ങനല്ല പറഞ്ഞത്, എന്നെ നോക്ക്, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യും, എന്നെ അനുകരിക്കുക, ഇമിറ്റേറ്റ് മീ, യു വിൽ നോട്ട് ഗോ റോങ്. വൈ? ബിക്കോസ് ഐ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്. ഇത് പറയാനുള്ള തൻ്റെ ഇടം, ചങ്കൂറ്റം പൗലോസിനുണ്ടായിരുന്നു. ഇനി എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ എന്നൊരു ചോദ്യം ഒന്ന് ചെയ്യുന്നത് കൊള്ളാം പ്രിയപ്പെട്ടവരെ. വാസ്തവമായിട്ടും ആ ക്രിസ്തുവിൻ്റെ ഭാവത്തിലേക്ക് വരാം. ഇന്നത്തെ എൻ്റെ കുറിവാക്യം 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണ്. 1 Peter 2:21. 1 പത്രോസ് 2-ാം അധ്യായം 21-ാം വാക്യം. അവിടെ പത്രോസ് ഇങ്ങനെ എഴുതും. പത്രോസിനെ ഓർക്കണം, യേശുവിൻ്റെ കൂടെ ഈ 3.5 കൊല്ലം ഉണ്ടായിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് തൻ്റെ ആ ഗെത്സമനത്തോട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോഴും അത് കഴിഞ്ഞ് പുറകെ ഇങ്ങനെ പമ്മി ഒന്ന് പോയി എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയ ആളാണ്. താനീ പറഞ്ഞ പോലെ തള്ളിപ്പറഞ്ഞു ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണെങ്കിലും തനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു, യേശുവിന് എന്ത് സംഭവിക്കുന്നു എന്ന് ദൂരെ കൂടെ ഒന്ന് പോയി നോക്കിയ ആളാണ്. അപ്പം ഇതെല്ലാം കണ്ട ആളാണ്. ഈ കണ്ട ആളൊരു കാര്യം താൻ ലേഖനം എഴുതുമ്പോൾ പറയുക, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. മതി. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം നമുക്ക് മുമ്പിൽ ക്രിസ്തു ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അതാണ് എൻ്റെ പ്രസംഗ വിഷയം. ആ മാതൃക നമ്മൾ പിന്തുടരണമെന്നാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് പറയുന്നത്. ഫോളോ ഹീസ് ഫുട് സ്റ്റെപ്സ്. ക്രിസ്തു നമുക്ക് വെച്ചേച്ചു പോയ മാതൃക എന്തൊക്കെയാണ്, നമ്മൾ പിൻപറ്റേണ്ടുന്ന മാതൃക എന്തൊക്കെയാണ്, അത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അല്ല, ഒരു മാതൃക ഞാനിപ്പം പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി. പക്ഷേ കാല് കഴുകി എന്ന് പറയുന്നതല്ല കാര്യം. ആ തൻ്റെ വസ്ത്രം ഊരി വെച്ചിട്ടൊരു വേലക്കാരൻ്റെ വസ്ത്രം എടുത്ത് ഉടുത്തു, അതാണ് മാതൃക. പിന്നെ ഞാനും നിങ്ങളും നമ്മുടെ ഈ പൊസിഷൻസ്, ടൈറ്റിൽസ് ഇതൊന്ന് ഊരി വയ്ക്കാൻ തയ്യാറാണോ? നമ്മുടെ സഭകളിലൊക്കെ ഈ ഒരു ഭാവം, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നവും വഴക്കും കേസും ഒക്കെ ഉണ്ടാവുമായിരുന്നോ? ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ. മടങ്ങി നമുക്ക് ആ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരാൻ പ്രിയപ്പെട്ടവരെ. അപ്പോസ്തലിക കാലങ്ങളിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാൻ പ്രിയപ്പെട്ടവരെ. ഇന്ന് കമ്മിറ്റിയും വഴക്കും ബഹളവും കേസും ഒക്കെ ഈ പറഞ്ഞ പോലെ കൊടികുത്തി വാഴുന്ന കാലത്ത് നമുക്കൊരു മടങ്ങിവരവ് ആവശ്യം. എന്തിലേക്കുള്ള മടങ്ങിവരവ്? അപ്പോസ്തലിക പാരമ്പര്യത്തിലേക്ക് നമുക്കൊരു മടങ്ങിവരവ് ആവശ്യം. ആ മടങ്ങിവരുവന് ഒറ്റ മാതൃകയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മുമ്പിൽ വെച്ചിട്ട് പോയിരിക്കുന്ന മാതൃക. ആ കാൽച്ചുവടുകളാണ് നാം ഓരോരുത്തരും പിൻപറ്റേണ്ടത്. നമുക്കറിയാം, ഈ വെള്ളിയാഴ്ചയുടെ തൊട്ട് മുമ്പ് ദിവസം നമുക്കറിയാം, മാളിക മുറിയിൽ അവിടെ താൻ പെസഹ കഴിച്ചു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം. താൻ അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു, പാനപാത്രം എടുത്തു കൊടുത്തു, അതൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം മാത്രം, ഞാൻ ആ പെസഹായും ആ കാര്യങ്ങളല്ല പറയുന്നത്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ വരികൾക്കിടയിൽ നിങ്ങൾ ചിലത് വായിച്ചെടുക്കണം. അല്ലെങ്കിൽ വേറൊരു വാക്യം പറഞ്ഞാൽ ഹൗ ഡു യു റീഡ്, അല്ല സോറി, അവിടെ എന്ത് എഴുതിയിരിക്കുന്നു, പക്ഷേ നിങ്ങളതെങ്ങനെ വായിക്കുന്നു എന്നൊരിക്കൽ യേശു ചോദിച്ചു. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം എങ്ങോട്ട് പുറപ്പെട്ടു പോയി? ഈ ഒലിവുമലയിലേക്ക് എന്തിനാ പോയത്? സ്വർഗത്തിലോട്ട് പോകാനോ? അല്ല, ഗെത്സമനത്തോട്ടത്തിൽ പോയി രക്തം വേർക്കാനാ പോകുന്നത്. അതിൻ്റെ അർത്ഥം യേശുവിന് അറിയാം അടുത്തടുത്ത മണിക്കൂറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നല്ല അറിവ് യേശുവിനുണ്ട്. ഞാനിതെല്ലാം മുൻകൂട്ടി അറിയാം. ആ ഗെത്സമനത്തോട്ടത്തിലേക്കും തുറന്ന് ഈ പറഞ്ഞ പോലെ ഗൊൽഗോഥയിലേക്കും പോവുക. പക്ഷേ ആ പോക്കിന് ഇറങ്ങിയപ്പം അവിടെ എന്തു പാടി? സ്തോത്രം പാടിയ ശേഷം പോയി. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരുപക്ഷെ അറിയാം. അതായത് ഒരു വലിയ കഷ്ടത്തിലോട്ട് താൻ പോവുകയാണ്, ഒരു വലിയ വ്യഥയിലേക്ക്, ഒരു വലിയ വേദനയിലേക്ക്, ഒരു വലിയ എന്താ പറഞ്ഞ ഒരു ക്രൂരമായ ഒരു കൊലപാതകമാണ് നടക്കാൻ പോകുന്നത്. തന്നെ ക്രൂശിൽ വെച്ച് പീഡിപ്പിച്ച് കൊല്ലാൻ പോവുക. തൻ്റെ കൂടെ നിൽക്കുന്ന ഇവരെല്ലാം ഇട്ടേച്ച് ഓടാൻ പോവുക.
ഇതെല്ലാം അറിഞ്ഞിട്ടും യേശു അതിനോട്ട് ഇറങ്ങുമ്പം നമ്മൾ ഈ ഒരു വഴിക്ക് പോകുമ്പം പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും സ്തോത്രമല്ല, അവിടെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്തോത്രം പാടിയച്ച് പോയി. ഞാൻ ചോദിച്ചോട്ടെ, ഒരു കഷ്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സ്തോത്രം പാടുന്നവരാണോ? നമുക്ക് ഒരു വാക്യമേ അറിയത്തുള്ളൂ, നിങ്ങളിൽ സന്തോഷമുള്ളവർ പാട്ടുപാടട്ടെ. അല്ല, സന്തോഷം വരുമ്പോൾ മാത്രമല്ല പാടുന്നത്, സങ്കടം വരുമ്പോഴും പാട്ട് പാടാൻ കഴിയണം. ദുഃഖത്തിൻ്റെ വാഹനമാത്രം എൻ്റെ കയ്യിൽ തന്നാലും ഞാനത് മേടിച്ച് ഹല്ലേലൂയ പാടും. അതാണ് സ്തോത്രം, പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഈ പറഞ്ഞ പോലെ സന്തോഷമുള്ളപ്പോഴുള്ള പാട്ട് മാത്രമല്ല, ഒരു പക്ഷേ സന്തോഷിക്കാൻ ഒരു വകയും ലോകപ്രകാരം ഇല്ല, പക്ഷെ അവിടെയും ദോഷമായിട്ടൊന്നും എൻ്റെ നാഥൻ എന്നോട് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് സ്തോത്രം പാടുന്ന ഒരു രീതി നമുക്കുണ്ടായിരിക്കണം. അതാണ് യേശു അവിടെ മാതൃക കാണിച്ചത്. ഒലിവുമലയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്തോത്രം പാടിയ ശേഷം പോയി. സ്തോത്രം പാടിയ ശേഷം പോയി. അവിടെ ചെന്നിട്ട് ആ ഗെത്സമന തോട്ടത്തിൽ ചെന്നിട്ട് താൻ അവിടെ പതിവായി പോയി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ. അത് ശിഷ്യന്മാർക്കും അറിയാം. അവിടെ ചെന്നപ്പോൾ 3 പേരെ മാത്രം ഒന്ന് വിളി, നിങ്ങൾ എൻ്റെ കൂടെ അല്പം കൂടെ മുന്നോട്ട് വന്നേ. അതാരൊക്കെയായിരുന്നു നമുക്കറിയാം, തൻ്റെ ആ ഇന്നർ സർക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അവരോട് അവിടെ ചെന്നിട്ട് മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 36 മുതൽ വായിക്കുമ്പോൾ, എല്ലാം വായിക്കാനുള്ള സമയമില്ല, ഞാനൊന്ന് ഓടിച്ചു പറയാം. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ. നല്ലോണം ഓർക്കണം, ശിഷ്യന്മാരോട് അവിടുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ല പറഞ്ഞത്, ഇവിടെ നിന്ന് ഇരിക്കുക, ഇവിടെ നിന്ന് ഇരിക്കുക. പിന്നെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു, ഒന്ന് ഉണർന്നിരിക്കുക. കാര്യം എനിക്ക് വല്ലാത്തൊരു മരണവേദന പോലെ എനിക്കൊരു വെപ്രാളം. കാരണം നേരത്തെ പാട്ടൊക്കെ പാടി അവിടെ നിന്ന് ഇറങ്ങിയത് ശരിയാ, പക്ഷേ ഈ ഗെത്സമന തോട്ടത്തിൽ വന്നപ്പം യേശു പച്ച മനുഷ്യനും കൂടെ ആണെന്ന് ഓർക്കണം. യേശു ദൈവപുത്രനാ, പക്ഷേ 100% മനുഷ്യനുമാണെന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും കടന്നു പോകുന്ന എല്ലാ വേദനകളും എല്ലാ വെപ്രാളവും എൻ്റെ യേശുവിനും വന്നു. മരണവേദന പോലെ വെപ്രാളം വന്നപ്പം തൻ്റെ കൂടെ ഈ 3.5 കൊല്ലം നടന്ന ഈ ശിഷ്യരില്ല, അതും എല്ലാവരും 3 പേരെ വിളിച്ചിട്ടാ, അവിടെ ഒന്നിരിക്കുക, എനിക്ക് വെപ്രാളം, ഞാൻ മുന്നോട്ട് പോയെന്ന് പ്രാർത്ഥിക്കട്ടെ. മുന്നോട്ട് പോയിട്ട് അവിടെ കവന്ന് വീണ് മുമ്പോട്ട് ചെന്ന് കവണ്ണ് വീണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രത്തിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു. ചിലർ പറയും, അതെന്തൊരു പ്രാർത്ഥനയാണ്, ഈ പാനപാത്രം കുടിക്കാനല്ലയോ വന്ന്, എന്നിട്ട് ഇപ്പോൾ എന്തോ സമയമായപ്പോൾ ഒരു കാലുമാറ്റം. മനുഷ്യനാ അങ്ങനെ പ്രാർത്ഥിച്ചു, പക്ഷേ ഉടൻ തിരുത്തി. എന്താണെന്നറിയാമോ? എങ്കിലും പിതാവേ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? നമുക്ക് എന്തുവാണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കാം, പക്ഷേ അവസാനം ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ എന്നല്ല, അതിന് തൊട്ട് മുമ്പ് അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ആമേൻ പറയാൻ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ദ റൈറ്റ് പ്രെയർ. അതാണ് ശരിയായ പ്രാർത്ഥന. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാം, പക്ഷേ പിതാവേ നിൻ്റെ ഇഷ്ടം നടന്നാൽ മതി. ഞാൻ കാര്യമൊക്കെ പറഞ്ഞു, ഞാൻ ചോദിക്കട്ടൊക്കെ ചോദിച്ചു, പക്ഷെ നിന്നെ ഇഷ്ടം മതി കർത്താവേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ, തിരിച്ചു വന്നപ്പോൾ എന്തു പറ്റിയെന്നറിയാമോ? അവർ ഉറങ്ങുന്നത് കണ്ടു. 40-ാം വാക്യം, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? അപ്പം കർത്താവ് ആഗ്രഹിച്ചത് ഒരു നാഴിക ഇവരൊന്ന് ഉണർന്നിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അല്ല ഒരാൾ ഒരു രോഗിയായിട്ടോ ഒരു പ്രയാസത്തിൽ ഉറങ്ങാൻ കഴിയാതിരിക്കുമ്പം നിങ്ങളുടെ കൂടെ നിങ്ങളെന്തോ പറഞ്ഞാൽ നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സഹി നിങ്ങളുടെ ഈ വേദനയും പ്രയാസവും വെപ്രാളവും ഒന്നും കണ്ടില്ല എന്ന പോലെ കിടന്ന് ഉറങ്ങി എങ്ങനെയിരിക്കും? ആലോചിച്ച് നോക്കി. ചിലർക്കൊക്കെ അസുഖം വന്നാൽ ആ വീട്ടിൽ ആരെയും ഉറക്കത്തില്ല അല്ലേ? യേശു ഈ 3 പേരോട് ഒന്ന് ഉണർന്നിരിക്കുക, അവിടെ നിന്ന് ഇരിക്കുക. അവർക്ക് ഇരിക്കാൻ പറ്റിയില്ല, ഉണർന്നിരിക്കാനും പറ്റിയില്ല. അവരെന്ത് ചെയ്തു? അവർ ഉറങ്ങി. എന്നിട്ട് വന്നിട്ട് പറയും, ഒരു നാഴികയോട് ഉണർന്നിരിക്കാൻ കഴിയില്ല. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് ആദ്യം ഇരിപ്പീന്നേ പറഞ്ഞുള്ളൂ, പിന്നെ ഉണർന്നിരിപ്പീന്ന് പറഞ്ഞു. ഇപ്പോഴാണ് കാര്യം പറയുന്നത്, പരീക്ഷയിൽ നിങ്ങൾ അകപ്പെടാതിരിക്കണം, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്. അവിടെ നമ്മൾ ചിന്തിക്കുന്നത് യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവന്മാരെ അവിടെ ഇരുത്തിയിട്ട് പോയെന്നല്ല. യേശുവിന് വേണ്ടി ഒന്നും ഇവർ പ്രാർത്ഥിക്കേണ്ട. യേശു പോയി പിതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ഇവരോട് പറഞ്ഞ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്നോടും നിങ്ങളോടും ദൈവം പറയുന്നൊരു കാര്യമാണ്, ഇനിയത്തെ കാലത്ത് ദൈവസഭ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന് കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇന്നേ ദൈവസഭ ഉണർന്നു പ്രാർത്ഥിച്ചില്ല എങ്കിൽ പരീക്ഷയിൽ നമ്മൾ അകപ്പെടും. ആ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകാൻ എല്ലാ സാധ്യതയുമുണ്ട്. ഇന്ന് ഈ ഉപവാസ ദിവസങ്ങളിൽ, ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ദൈവസഭയോട് വിളിച്ചു പറയുന്നു, ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ,
ഉറങ്ങിയത് മതി, അലസരായിരുന്നത് മതി, വേണ്ടാതെ സമയം ചെലവാക്കിയതൊക്കെ മതി, അനാവശ്യമായ കാര്യങ്ങൾ ഇടപെട്ടത് മതി, വഴക്കടിച്ചതും മതി. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഈ തിരുവല്ല പട്ടണത്തിലുള്ള ദൈവസഭയോടുള്ള ദൂതും കൂടാ. ഇവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരും ഉണർന്ന് ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന നാളുകളാകട്ടെ ഇനിയുള്ള മുന്നോട്ടുള്ള നാളുകൾ. അല്ലാതെ അന്യോന്യം ഈ പറഞ്ഞ പോലെ മത്സരിക്കുന്ന നാളുകളല്ല. ഉണർന്ന് ഒന്നിച്ചു കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന നാളുകളായിട്ട് മാറട്ടെ പ്രിയപ്പെട്ടവരെ. വീണ്ടും അവിടെ വന്നപ്പോൾ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. അനന്തരം അവൻ വന്നു, 43-ാം വാക്യം, അവർ കണ്ണിന് ഭാരമേറിയാൽ പിന്നെയും ഉറങ്ങുന്നത്. എന്തൊരു നാണം കെട്ട മനുഷ്യരാ. ഈ പറഞ്ഞതിനും വേണ്ടിയെങ്കിലും ഒന്ന് ഉണർന്നിരിക്കട്ടെ. വീണ്ടും തിരിച്ചു വന്നപ്പം എന്തേണ്ടേ, കൂർക്കം വലിച്ചിരുന്ന് ഉറങ്ങുക. അപ്പം 45-ാം വാക്യം, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുന്നവരെ കണ്ടാൽ നമ്മുടെ ആ ഫ്രസ്ട്രേഷൻ, നമ്മുടെ ആ ദേഷ്യം മുഴുവൻ അവരോട് തീർക്കും. വായി വന്നേക്കെ വിളിച്ച് പറയും. പക്ഷേ യേശു എന്തോ പറഞ്ഞതെന്നറിയാമോ? ഇനി ഉറങ്ങുന്നത് അല്ല, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ. ഇനി ഉറങ്ങിക്കോ. ദൈവസഭയെ നോക്കിയിട്ടും ഇങ്ങനെങ്ങാനും ദൈവം പറയേണ്ട ഒരു കാലം വന്നാലുണ്ടല്ലോ, പിന്നെ അപകടമാണ്. നമുക്കറിയാം, ഇത് കഴിഞ്ഞ ശേഷം ഈ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. നാളെ ഭാരതത്തിലൊരു പീഡ വന്നാൽ ആരൊക്കെയാണ് ഓടിപ്പോകാനിരിക്കുന്നതെന്ന് അറിയാനിരിക്കുന്നേ ഉള്ളൂ. അന്ന് നമ്മൾ ഓടിപ്പോകാതിരിക്കണമെങ്കിൽ, ഈ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെങ്കിൽ ഇന്നേ ഉണർന്നു പ്രാർത്ഥിച്ചു കൊള്ളണം. അത് വിശ്വസിക്കുന്നവർ മാത്രം. നിങ്ങൾ എവിടെ ഇരിക്കുന്നെങ്കിലും അതെ, അതിനൊരു ആമയം പറഞ്ഞാട്ടെ. അതെ, ഞാനത് ഏറ്റെടുക്കുന്ന കർത്താവേ, നാളെ കർത്താവേ ഇതല്ല അവസ്ഥ, നാളെ അവസ്ഥ മാറും. ഈ സ്വാതന്ത്ര്യം ചിലപ്പം പോയെന്നിരിക്കും. ഞാൻ ആരെയും പേടിപ്പെടുത്താൻ പറയുകയല്ല, സത്യം പറയുക. ഇന്നത്തെ പോലെ നാളെയും, ഇന്നലത്തെ പോലെ അല്ലേ ഇന്നും, ഇന്നത്തെ പോലെ നാളെ അല്ല. കാര്യങ്ങൾ കൈവിട്ടു പോകും, കാര്യങ്ങൾ മാറി മറിയും. അന്ന് കർത്താവ് പറയും, ഇനി അനുഭവിച്ചോ, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇനി അനുഭവിച്ചോ, ഇനി അനുഭവിച്ചോ, അതാ എൻ്റെ അർത്ഥം. പിന്നീട് നമുക്കറിയാം, തൊട്ടടുത്ത കാര്യങ്ങൾ നമുക്കറിയാം. എഴുന്നേൽപ്പിൻ, നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു. എൻ്റെ ചോദ്യം, താൻ വിശ്വസിച്ച് തൻ്റെ ഒരു കഷ്ടസമയത്ത് അവരോട് വായെടുത്ത് ഒരു സഹായം ചോദിച്ചു. എന്താ സഹായം? എൻ്റെ കൂടെ ഒന്ന് ഇരിക്കുക, ഒന്ന് ഉണർന്നിരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ ആ ഏറ്റവും അടുത്ത തൻ്റെ 3 ശിഷ്യന്മാർ അവരത് ചെയ്തില്ല. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ മനസ്സെന്തുമാത്രം ദുഃഖിച്ച് കാണും. ഞാൻ വിശ്വസിച്ചിട്ട് നിങ്ങളെ 3 പേരെയും ഇങ്ങോട്ട് അടുത്തോട്ട് കൊണ്ടുവന്ന് എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഉണർന്നിരുന്നില്ലല്ലോ, നിങ്ങളിങ്ങനെ കിടന്ന് ഉറങ്ങിയല്ലോ. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ ആ ദുഃഖം മനസ്സിൽ കിടക്കും. ആ ദുഃഖം തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകളിലൂടെ വരും, അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളിലൂടെ നമ്മളത് പ്രകടിപ്പിക്കും. പക്ഷേ എൻ്റെ യേശു അങ്ങനെ ഒരു വികാരവും പ്രകടിപ്പിച്ചില്ല. അവരെ വഴക്കും പറഞ്ഞില്ല, അവരുടെ മേൽ അപ്സെറ്റ് ആയുമില്ല, കോപിച്ചുമില്ല, ഒന്നും പറഞ്ഞില്ല. എന്തുവാ പറഞ്ഞത്? എഴുന്നേക്ക്, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാത്ത പോലെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേക്കും വാളും പൊടിയുമായിട്ട് വന്ന് പിടിച്ചുകൊണ്ട് പോയി. നമുക്കറിയാം. അതിൻ്റെ അർത്ഥം അടുത്ത ക്രൂശിൻ്റെ ഒരു പാഠമാണ്. നമ്മുടെ വേദനകളോടും നമ്മുടെ കഷ്ടങ്ങളോടും ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിൽക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കും? വാട്ട് വിൽ ബി അവർ ആറ്റിറ്റ്യൂഡ് when our close friends are indifferent towards our pains and aches? നമ്മുടെ വേദനകളിലും കഷ്ടങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമ്മൾ വിശ്വസിച്ച ചിലർ നമ്മുടെ കഷ്ടങ്ങളിൽ കൂടെ നിൽക്കുന്നില്ല എങ്കിൽ അവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കും? പറഞ്ഞേ, ഇതൊക്കെയാണ് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ചിന്തിക്കേണ്ട വിഷയങ്ങൾ. 7 മൊഴികൾ എല്ലാവർക്കും അറിയാം. ഇത് പറ. ഞാൻ വിശ്വസിച്ച എൻ്റെ സഹോദരൻ, എൻ്റെ അപ്പം തിന്ന എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരൻ, എൻ്റെ സഭയിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ച ഇന്ന വ്യക്തി എൻ്റെ കഷ്ടത്തിൽ എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ എൻ്റെ കൂടെ നിന്നില്ല, എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ഒരാൾ ചെയ്താൽ അവരോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? വാട്ട് വിൽ ബി യുവർ ആറ്റിറ്റ്യൂഡ്? നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ഇത് ഞാൻ ചില ചോദ്യങ്ങൾ എറിഞ്ഞു തന്നിട്ട് പോവാം. ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ പറയണ്ടല്ലോ. ഞാൻ എൻ്റെ കാര്യത്തിന് പറഞ്ഞാൽ മതി, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് പറയണം. നിങ്ങളോട് ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരാണ്, നമുക്കെല്ലാം ദൈനംദിനം ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാവും. പക്ഷേ ആ അനുഭവങ്ങളിൽ നമ്മുടെ അവരോടുള്ള മനോഭാവം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. ശരി, അടുത്തത് നമുക്കറിയാം,
യേശു അവിടെ പോയി പ്രാർത്ഥിച്ചപ്പം അവിടെ ഈ പാനപാത്രം മാറിപ്പോകണം എന്നൊക്കെ പറഞ്ഞു, ശരിയാ. പക്ഷേ എന്നിട്ട് എന്താ അവിടെ പ്രാർത്ഥിച്ച് നിർത്തിയത്? ഞാനിപ്പം പറഞ്ഞു, പിതാവേ എങ്കിലും നിൻ്റെ ഇഷ്ടമാകട്ടെ. അതിൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ എനിക്ക് ഉത്തരം തരണം എന്ന് നമ്മൾ ശഠിക്കാറുണ്ടോ? ഇപ്പം നമ്മൾ പ്രാർത്ഥനയിൽ പല കാര്യങ്ങൾ, പല ആവശ്യങ്ങൾ എല്ലാം നമ്മൾ കർത്താവിനോട് പറയാറുണ്ട്, അല്ലേ? പക്ഷേ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് എനിക്ക് ഉത്തരം തരണമെന്ന് നമ്മൾ ശഠിക്കാറുണ്ടോ? അതോ ഞാനിത് അങ്ങോട്ട് പറഞ്ഞു, ഞാനിതിങ്ങനെയാണ് ചോദിക്കുന്നത്, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ സാരമില്ല, അങ്ങയുടെ ഹിതമെന്തോ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് തൻ്റെ ഇടമുണ്ടോ? ഞാൻ ആ വാക്കിച്ചിരി കൂട്ടിയാണ് പറഞ്ഞേ. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഭയമാണ്. ചിലപ്പോഴെങ്കിലും നമ്മളിതെല്ലാം അങ്ങോട്ട് പ്രാർത്ഥിക്കും, ഇതൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും കർത്താവേ നിൻ്റെ ഹിതം മതി കേട്ടോ എന്ന് പറയാൻ പേടിയാണ്. പക്ഷേ ഒരു യഥാർത്ഥ ശിഷ്യൻ, ഒരു ക്രൂശിക്കപ്പെട്ട ശിഷ്യൻ, അവനെപ്പോഴും പറയാൻ ഒന്നേ ഉള്ളൂ, ദൈവമേ അങ്ങയുടെ ഹിതം മാത്രം നടന്നാൽ മതി. എൻ്റെ മക്കളെക്കുറിച്ച് ഞാനിതെല്ലാം ആഗ്രഹമെല്ലാം പറഞ്ഞു, അവരെ എന്തൊക്കെ പഠിപ്പിക്കണം, എവിടെയൊക്കെ ജോലി ചെയ്യണം, ഏതൊക്കെ രാജ്യത്ത് വിടണം, അവരെ ആരെയൊക്കെ കൊണ്ട് കെട്ടിക്കണം, അവർക്ക് എത്ര മക്കൾ വേണം, ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് എന്താ പറയേണ്ടത്? ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും കർത്താവേ എൻ്റെ മോളെക്കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം, എൻ്റെ മോനെക്കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം അത് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ? ഒരു ഹല്ലേലൂയ സ്തോത്രം ഒന്നും ഇല്ലല്ലോ. ഹല്ലേലൂയ അങ്ങോട്ട് ലോഡ് വലിക്കുന്നില്ല, ഇല്ല ചുരം ഇല്ല തടിലോറി ചുരം കയറുന്ന ഒരു സൗണ്ടാണ് ഇപ്പോഴത്തെ ഹല്ലേലൂയയ്ക്ക്. സാരമില്ല, ഞാൻ പ്രസംഗിക്കുന്നിടത്തൊന്നും ആരും ഹല്ലേലൂയ പറയാറില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അപ്സെറ്റ് ആവത്തില്ല. കാര്യം എനിക്ക് ശീലമുള്ളൂ. നിങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ സംശയിക്കും, എന്തോ ഞാൻ തെറ്റു പറഞ്ഞ പോലെ എനിക്ക് തോന്നും. ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു വ്യത്യാസം വരണം. നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം ദൈവത്തോട് പറഞ്ഞു. നമ്മുടെ അപ്പനാണ്, നമുക്ക് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ആ പ്രാർത്ഥന നിർത്താവൂ. ദൈവമേ അങ്ങയുടെ ഹിതം മാത്രം നടന്നാൽ മതി കർത്താവേ. ഇന്ന് രാത്രി ഈ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടേ ഇവിടെ നിന്ന് പോകാവൂ. ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പം ആ പ്രാർത്ഥന ഇങ്ങനെ വേണം അവസാനിപ്പിക്കാൻ. പിതാവേ അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കട്ടെ കർത്താവേ, അല്ലേ? പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത എൻ്റെ കർത്താവ്. അടുത്തത്, പത്രോസിന് ഒരുപാട് വീക്ക്നെസ് അല്ലെങ്കിൽ ഒത്തിരി ബലഹീനത ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് തന്നെ അറിയാമല്ലോ. പത്രോസ് ഈ തള്ളിപ്പറഞ്ഞു, ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ അറിയാം. എടുത്തിയാട്ടക്കാരനാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കയറി പറയും, അതൊക്കെ ശരിയാണ്. പലപ്പോഴും അവിടെ ഒരു ചെറിയ പ്രശ്നം, ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 34 വരെ വായിക്കുക. ലൂക്കോസ് 22-ന്റെ 31 മുതൽ വായിക്കുമ്പോൾ, ശീമോനെ ശീമോനെ സാത്താൻ നിന്നെ അല്ല നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. അവിടെ ഒരു ഇൻഫർമേഷൻ യേശു പത്രോസിന് കൊടുക്കുക, എടാ മോനെ നീ വലിയ ഓവർ സ്മാർട്ടാവരുത്, നിന്നെ കോതമ്പ് പോലെ പാറ്റിക്കളയാൻ, നിന്നെ മാത്രമല്ല നിങ്ങളെല്ലാം പിശാച് എന്നോട് അനുവാദം ചോദിച്ചു. അത് നമുക്കൊരു ധൈര്യമാണ്. കാര്യം നമ്മളെ പിശാചിന് പോലും പാറ്റണമെങ്കിൽ എൻ്റെ കർത്താവിനോട് അനുവാദം ചോദിച്ചിട്ടേ പാറ്റാൻ പറ്റൂ. അതിലെങ്കിലും ഒരു ഹല്ലേലൂയ പറയാമോ? ഇനി പറ, നിങ്ങളെ പാറ്റാൻ പിശാച് പോയി ദൈവത്തോട് അനുവാദം ചോദിക്കുമോ, അതോ നേരിട്ട് വന്നങ്ങ് പാറ്റുമോ? നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം പോലെ ഇരിക്കും. കർത്താവുമായിട്ട് ബന്ധമില്ലെങ്കിൽ എപ്പോൾ പാറ്റിയും ചോദിച്ചാൽ മതി. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, അവൻ കർത്താവിനോട് അനുവാദം വാങ്ങിച്ചിട്ടൊന്നുമല്ല നമ്മളെ പാറ്റുന്നത്, ചുമ്മാ പാറ്റുക. ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, എന്നെ ഒന്ന് പിശാചിനെ തൊടണമെങ്കിൽ യോബിൻ്റെ കാര്യത്തിൽ എന്ന പോലെ പോയി ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ട് വന്നാണോ തൊട്ടത്? പക്ഷേ പിശാച് ചെന്ന് യോബിൻ്റെ കാര്യം പറഞ്ഞ് ദൈവത്തെ ഒന്ന് ഇളക്കി. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ തമാശയായിട്ട് പറഞ്ഞു, ദൈവം അത് ഈ സത്യം പറഞ്ഞ് വീണുപോയി. ദൈവത്തിനും അങ്ങ് വാശി, എങ്കിൽ തൊട്. പക്ഷേ എങ്കിൽ പോയി തുടർന്ന് പറയാനുള്ള തൻ്റെ ഇടം യോബിൻ്റെ കാര്യത്തിൽ ദൈവത്തിനുണ്ടായിരുന്നു. എന്നെയും നിങ്ങളെയും പറ്റി ദൈവത്തിന് ആ തൻ്റെ ഇടം ഉണ്ടോ? എൻ്റെ മോളെ ഒന്ന് തോട്, എൻ്റെ മോനെ ഒന്ന് തോട്, എൻ്റെ ദാസനെ ഒന്ന് തൊട്ട് നോക്ക് എന്ന് പറയാൻ ഉള്ള ധൈര്യം എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഉണ്ടായിരിക്കുമോ? പക്ഷേ യോബിനെക്കുറിച്ച് ഉണ്ടായിരുന്നു. പത്രോസിൻ്റെ കാര്യത്തിൽ അത്ര ഇല്ലായിരുന്നു. അതുകൊണ്ട് അനുവാദം കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് യേശു പറഞ്ഞില്ല. ഒറ്റ കാര്യം പറഞ്ഞു, പാറ്റും, പക്ഷേ
ആ കൂട്ടത്തിൽ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഇതായിരിക്കും. അവനും അവളും അവർ കടന്നു പോകുന്ന ആ കഷ്ടത്തിൽ അവരുടെ വിശ്വാസം പോയി പോകരുത് പിതാവേ എന്നൊരു പ്രാർത്ഥന എൻ്റെ കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തോണം. അതിൽ നന്ദിയുള്ളവരൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. എൻ്റെ ദൈവമേ, അങ്ങ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്, നിരന്തരമായി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് വിശ്വാസത്തിൽ നിൽക്കുന്നത്. അപ്പം അവിടെ ഈ ഓവർ സ്മാർട്ടായപ്പം യേശു ഒരു കാര്യം കൂടെ പറഞ്ഞു. നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല പറഞ്ഞത്, അവനൊരു ദൗത്യം കൂടെ കൊടുത്തു. എന്താണെന്നറിയോ? നീ തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. തിരിഞ്ഞു വന്ന ശേഷം, അതിൻ്റെ അർത്ഥം നീ വിട്ടുപോകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. വിട്ടുപോകുമെന്ന് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് നീ പോവും മോനെ, നീ പോവും. പക്ഷേ നീ തിരിഞ്ഞു വരുമ്പോൾ നിനക്കൊരു ജോലി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. നമ്മളുമൊക്കെ ഒന്നീ പോകാനിരിക്കുന്നവരാ, അല്ലെങ്കിൽ എവിടെയോ പോയിരിക്കുന്നവരാ, അല്ലേ വന്നുകൊണ്ടിരിക്കുന്നവരാ. ഇതിലേതാ നമ്മൾ? ഇന്ന് രാത്രി നമ്മളെ ഒന്ന് പരിശോധിക്കുക. വേറെമായി ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിൽക്കുന്നോ, പോയിക്കൊണ്ടിരിക്കുന്നോ, പോയിട്ട് തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു? തിരിഞ്ഞു വന്നെങ്കിൽ ഒരു ജോലി വെച്ചിട്ടുണ്ട്. എന്താ? സഹോദരന്മാരെ ഉറപ്പിക്കണം. ഈ സഹോദരന്മാരെ ഉറപ്പിക്കുന്ന ജോലി ഈ പോയിട്ട് വന്നവർക്കാണ് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം പോയവൻ്റെ അവസ്ഥ അവനറിയാം. അതുകൊണ്ട് ഈ സഹോദരന്മാരെ ഉറപ്പിക്കാൻ അവനോളം ബെറ്റർ ആരുമില്ല. നിങ്ങൾ ഇതുവരെയും പോയില്ലെങ്കിൽ ഒന്ന് പോയിട്ടൊക്കെ വാ, അതാണ് നല്ലത്. കാര്യം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഉറപ്പിക്കാം, അല്ലേ? അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ ഏതൊരു കഷ്ടത്തിലും ഇരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുവാൻ, ഇതേ കഷ്ടത്തിൽ നമ്മളും പോയവരായിരിക്കണം. പക്ഷെ ആ കഷ്ടത്തിൽ നമുക്കൊരാശ്വാസം കൂടെ കിട്ടിയിരിക്കണം. എങ്കിലേ ആ ആശ്വാസം അവർക്ക് കൊടുക്കാൻ പറ്റൂ. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പം ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും പത്രോസ് തൻ്റെ തനി സ്വഭാവം എടുത്തു. എന്താണ് പത്രോസിൻ്റെ വാചകം? ചിലപ്പോൾ നമ്മൾ അടിക്കുന്ന പോലത്തെ വാചകം. എന്താണ്? 33-ാം വാക്യം. അവനവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരി. കർത്താവ് എവിടെ തടവിലായി? ഇയാളോട് ആര് പറഞ്ഞു കർത്താവ് തടവിലാകാൻ പോവാന്ന്? ഇതൊക്കെയല്ലേ നമ്മുടെ പ്രശ്നം. കർത്താവ് തടവിലാവാനൊന്നുമല്ല വന്ന്, ക്രൂശിക്കപ്പെടാനാവുന്നേ. അത് കർത്താവിനറിയാം, അതാവുകയും ചെയ്തു. പക്ഷേ ഇയാൾ വിചാരിച്ചു. അപ്പം പത്രോസിനൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. വൺ ഓഫ് ദീസ് ഡേയ്സ് ഈസ് ഗോയിങ് ടു ഗെറ്റ് അറസ്റ്റഡ്, അല്ലേ? അപ്പം പത്രോസിൻ്റെ ആ കൂടിയുള്ള ഓഫർ, നിന്നെ പിടിച്ചോണ്ട് പോവുകയാണെങ്കിൽ എന്നെയും പിടിച്ചോണ്ട് പോട്ടെ, ഞാനും വന്ന് കിടക്കാം, നമുക്ക് 2 കൂടെ കിടക്കാം. ഇതായിരുന്നു പത്രോസിൻ്റെ ഒരു ഓഫർ. അപ്പം ഇത്രയും കൂടെ ആയപ്പം കർത്താവ് വിചാരിച്ചു, ഇനി ഇവനോട് പറയാതിരിക്കുന്ന എങ്ങനെ? പറഞ്ഞേക്കാം. അങ്ങ് പറഞ്ഞു. എന്തായിരുന്നു? പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളി പറയും മുമ്പേ ഇന്ന് കോഴി കൂവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇത്രയും സ്മാർട്ടായപ്പം ഇനിയും വേണ്ടിയിട്ടൊന്ന് കൊടുത്തേ പറ്റൂ. കർത്താവ് പറഞ്ഞു, മോനെ, ഓവർ സ്മാർട്ടാവല്ലേ. നീ എന്നെ അറിയുന്നില്ല എന്ന് 1 അല്ല 2 അല്ല 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും. അത് പറഞ്ഞിട്ടേ കോഴി കൂവത്തുള്ളൂ എന്ന് പറഞ്ഞു. പത്രോസിന് എന്തു മനസ്സിലായെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്കറിയാം എന്താണ്. തള്ളിപ്പറഞ്ഞു. 1 അല്ല 3 വട്ടം തള്ളിപ്പറഞ്ഞു. നമുക്കതിലേക്കൊന്ന് വരാം. അപ്പം ഇവിടെ എൻ്റെ ചോദ്യം, എൻ്റെ കൂടെയുള്ള ചിലർ, അവർക്ക് ചില ബലഹീനതകളുണ്ട്, ചില ഫ്ലോസ് അവരുടെ ജീവിതത്തിൽ. ഈ പത്രോസിൻ്റെ കാര്യം തന്നെ എടുത്തിയാട്ടക്കാരനായിരുന്നു. ഈ പറഞ്ഞാൽ വലിയ വായിലെ വർത്തമാനമൊക്കെ പറയുന്ന ആളാണ്. പക്ഷേ അടുത്ത നിമിഷം ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് അറിയാം. പക്ഷേ അതറിഞ്ഞിട്ടും എല്ലാവരുടെയും മുമ്പേ വെച്ച് അത് പരസ്യമായിട്ട് പറയുകയോ അവനെ കൊച്ചാക്കുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്തില്ല. മനസ്സിലായോ? അവനോട് ഒറ്റയ്ക്കാണ് പറഞ്ഞത്, പത്രോസേ, നീ സൂക്ഷിക്കണം, നീ പോയിട്ട് തിരിച്ചു വന്ന് നിനക്കൊരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. ഒടുവിൽ നിവൃത്തിയില്ല എന്നിട്ട് പറഞ്ഞു, ദേ ഒരു കാര്യം പറയാം, 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. ഇന്ന് ഒരാളോട് ഒരു പക്ഷേ, അല്ലെങ്കിൽ നമ്മളെ തള്ളിപ്പറയുന്ന ഒരാളോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കും? നമ്മൾ മൈക്ക് വെച്ച് കെട്ടി എന്ത് ചെയ്യും? ഇത് അനൗൺസ് ചെയ്യും. കാര്യം ഇത് 4 പേരോട് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു തൃപ്തി വരത്തില്ല. യേശു അത് ഒതുക്കത്തിൽ പത്രോസിനോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഓർക്കണം. ശരി, അടുത്തത് ഈ 12 പേരിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ആരായിരുന്നു? ട്രഷററായിരുന്നു. ഈ ട്രഷറർക്ക് ഉണ്ടായിരുന്ന യോഗ്യത എന്താണെന്നറിയാമോ? അത് വേദോസ്തത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അത് യോഹന്നാന്റെ സുവിശേഷം
12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? 4, 5, 6. യോഹന്നാൻ 12-ന്റെ 4, 5, 6. അവിടെ ഒരു തൈലം കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ അവിടെ പൊട്ടിച്ചപ്പം ഇയാൾക്ക് വലിയ അനിഷ്ടമായി. ഇയാളങ്ങ് നടന്നങ്ങ് ഒരുമാതിരി കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്താ പറഞ്ഞത്? ഈ ചെലവ്, പാഴ്ചെലവ് എന്തിനായിരുന്നു? ഇതൊന്ന് വിറ്റ് 300 വെള്ളിക്കാശ് കിട്ടിയാൽ അതൊന്ന് ദരിദ്രർക്ക് കൊടുക്കായിരുന്നു. നമുക്കിവിടെ എന്തുമാത്രം ചാരിറ്റി ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഫണ്ടിൽ കൊടുത്താൽ മതിയാ, നമുക്ക് എത്ര പാവങ്ങൾ കൊടുക്കായിരുന്നു. ഉടനെ അവിടെ യോഹന്നാൻ എഴുതിയിരിക്കുക, ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലായാൽ അതിലിട്ടത് എടുത്തു വന്നതും കൊണ്ട് അത്രയേ പറഞ്ഞത്. എൻ്റെ ചോദ്യം, ആരെങ്കിലും കുറുക്കനെ കോഴിക്കോടിൻ്റെ കാവലേൽപ്പിക്കുമോ? എൻ്റെ കർത്താവ് എന്തിനാ ഇയാളെ ട്രഷറാക്കിയത്? എനിക്കിപ്പോഴും മനസ്സിലാകും. പാസ്റ്ററെ, ഇങ്ങനെ ഒരാളെ ട്രഷറാക്കുമോ? ഒരിക്കലും ആക്കത്തില്ല, ഞാനാക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇവൻ കൂടെ കയ്യിൽ നിന്ന് അവൻ്റെ ആവശ്യത്തിന് ഇതിൽ നിന്ന് മോഷ്ടിക്കുമായിരുന്നു എന്ന് അറിഞ്ഞിട്ടും അവൻ്റെ കയ്യിൽ തന്നെയാണ് പണസഞ്ചി കൊടുത്തത്. ഇതെന്തിനാണ് കാണിക്കുന്നത്? ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ക്രോസ് ഷേപ്സ് അസ്. ശരിയാ. അതിൻ്റെ അർത്ഥം ഇനി കള്ളന്മാരെല്ലാം കൂടെ ട്രഷറാക്കണമെന്നാണോ? അല്ല, ജ്ഞാനം ഉള്ളവരായിരിക്കണം, അല്ലേ? പ്രാവിനെ പോലെ ഇപ്പം നിഷ്കളങ്കരായിരിക്കണം, പക്ഷേ പഴയ പാമ്പിനെ പോലെ കൂർമ്മ ബുദ്ധിയുള്ളവരായിരിക്കണം. അതൊക്കെ ശരിയാ. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കണം. എന്നിട്ട് ഇവൻ ചെയ്തൊരു കാര്യം, 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തിട്ട് വന്ന് ഒരു ചുംബനമാണ് ചുംബിച്ചത്. ഞാൻ രാവിലെ പറഞ്ഞു ഒരു ചുംബനത്തിൻ്റെ കാര്യം, അല്ലേ? അങ്ങനെ ചുംബിച്ചപ്പോഴും അവനെ വിളിച്ച ആ പദം ശ്രദ്ധിച്ചോ? സ്നേഹിത, ഫ്രണ്ട്. ഇന്ന് നമ്മളെ ഒറ്റിക്കൊടുക്കുന്നു. അതിന് എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. എന്നെ ഒറ്റിക്കൊടുത്തു, അവൻ തന്നെ 30 വെള്ളിക്കാശ് മേടിച്ചെന്നുള്ളതിന് എനിക്ക് തെളിവുണ്ട്. ദേണ്ട ഈ വന്ന് എന്നെ ചുംബിക്കുന്നത് അതൊരു സിഗ്നലാണ്. ഇതെല്ലാം അറിയുമ്പോഴും ഞാൻ അവൻ വന്ന് ചുംബിക്കുമ്പോൾ അവൻ്റെ ചെവി ഞാൻ എന്തായിരിക്കും പറയുന്നത്? ഞാനോ നിങ്ങളാണോ എന്തു പറഞ്ഞേനെ? ഞാനാണേ പറഞ്ഞേനെ, ദുഷ്ട, നിനക്ക് എങ്ങനെ തോന്നിയടാ എന്നെ ഒറ്റിക്കൊടുക്കാൻ? ബ്രദറെ, എങ്ങനെ തോന്നി എന്നെ ഒറ്റിക്കൊടു? ഞാൻ എന്ത് ദോഷം ചെയ്തു ബ്രദറെ? ഞാൻ എന്തെങ്കിലും ദോഷം ബ്രദറിന് ചെയ്തോ? എന്തിനാ ഇങ്ങനെ എന്നോട് ചെയ്ത്? ഇതൊക്കെയല്ലേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ എൻ്റെ കർത്താവ് ഒന്നും പറഞ്ഞില്ല. സ്നേഹിത എന്ന് വിളിച്ചു, ഫ്രണ്ട് എന്ന് വിളിച്ചു, അല്ലേ? അത് കഴിഞ്ഞ് വടിയും വാളുമായിട്ട് പിടിക്കാൻ വന്നു. നമുക്ക് ആ കഥയൊക്കെ അറിയാം. പെട്ടെന്ന് നമ്മുടെ പത്രോസ്, ഇന്ന് പത്രോസാണല്ലോ കീ പേഴ്സണാലിറ്റി, അയാൾ എന്ത് ചെയ്തു? പെട്ടെന്ന് കിട്ടിയ വാടെ ഒരു വാളെടുത്ത് ഒറ്റ വീശങ്ങ് വീശി. ഈ വന്നതിൽ ഒരാളുടെ ചെവി അങ്ങ് പോയി. പക്ഷേ അതാരായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഭാഗ്യത്തിന് യേശുവോടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ ചെവി സുഖപ്പെടുത്തി അവിടുന്ന് രക്ഷപ്പെടുത്തി. ഇവൻ്റെ തടി കേടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവൻ്റെ കാര്യം പോക്കായിരുന്നു, അല്ലേ? നല്ല നേരം കർത്താവ് എന്ത് ചെയ്തു? അതങ്ങ് ഹാൻഡിൽ ചെയ്ത സിറ്റുവേഷൻ. പക്ഷെ അവിടെ ഒരു കാര്യം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാൻ 18-ന്റെ 10, 11. 11 വാൾ ഉറയിലിടുക, വാൾ ഉറയിലിടുക, എടുക്കരുത്. എന്നോട് ആര് പറഞ്ഞു? ഇതെടുത്ത് പ്രയോഗിക്കാൻ ആര് പറഞ്ഞു? അപ്പോൾ നിങ്ങൾ വയ്ക്കും, യേശു അല്ലേ പറഞ്ഞേ പോകുമ്പോൾ വാളും കൂടി എടുക്കണം. വാളെടുക്കാൻ പറഞ്ഞു, പക്ഷേ വാളെടുത്ത് വെട്ടാൻ പറഞ്ഞില്ല. നമ്മുടെ പ്രശ്നം ഇതാ, അല്ലേ? നമ്മൾ ഈ വാളെടുക്കാൻ പറഞ്ഞത് വെട്ടാനാണെന്ന് അങ്ങ് അസ്യൂം ചെയ്തു. ഇവിടെയൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രശ്നം, അല്ലേ? അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. വീണ്ടും അതിൻ്റെ മത്തായി 26:52 യേശു ഇങ്ങനെ പറഞ്ഞു, വാൾ ഉറയിൽ ഇടുക, വാളെടുക്കുന്നവർ ഒക്കെയും വാളാൽ നശിച്ചു പോകും. ഇന്ന് ലോക ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം, ആരൊക്കെ വാളെടുത്തിട്ടുണ്ടോ അവർ വാളുകൊണ്ട് തന്നെ നശിച്ചിട്ടുണ്ട്. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഇതൊരു ദൈവിക പ്രമാണവും സത്യവുമാണ്. ഇത് ലോകത്ത് മാത്രമല്ല, ആത്മീയ ജീവിതത്തിൽ ഓർത്തോണം. നമ്മൾ ശുശ്രൂഷയിൽ പോലും ഈ വാളെടുത്ത് വെട്ടരുത്. സഹോദരനെയോ ആരെയും വെട്ടരുത്. ശത്രുക്കളെ ആണെ പോലും വാളെടുത്ത് വെട്ടരുത്. ഇന്ന് നമുക്ക് വാളെടുത്ത് വെട്ടാനുള്ള പാങ്ങില്ല. പക്ഷേ നമ്മുടെ വായിലൊരു വാള് കിടപ്പുണ്ട്, നമ്മുടെ കയ്യിലൊരു തൂലികയിലും ഉണ്ടെങ്കിൽ നമ്മളും അത്യാവശ്യമൊക്കെ വെട്ടാറുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, വാ പൂട്ട്, വാൾ ഉറയിലിടെന്ന് പറഞ്ഞാൽ നീ വായടച്ചു വയ്ക്കുക. നീ പേന എടുത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതരുതെന്ന് തന്നെയാണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ കയ്യിലും അത്യാവശ്യം വാളൊക്കെ ഉണ്ട്, എടുത്തു വെച്ചു വെട്ടോടെ വെട്ടാം. പക്ഷെ വെട്ടുമ്പോഴോർത്തോണം,
വാളെടുത്തവനൊക്കെ ഇതേ വാളാൽ നശിക്കും. ഇതൊരു വലിയൊരു ആത്മീയ സത്യമാണ് പ്രിയപ്പെട്ടവരെ. പീലാത്തോസിൻ്റെ മുമ്പിൽ വന്നപ്പം പീലാത്തോസ് പറയുക, എന്താ നീ മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ ആരായി ചോദിക്കുന്നതെന്ന് അറിയത്തില്ല, എനിക്ക് അധികാരമുണ്ട്, നിന്നെ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം, നിന്നെ വിടണോ? ഞാൻ വിടാം, എന്നെ പക്ഷെ കൊല്ലാനും എനിക്ക് അധികാരമുണ്ട്. ഇത്രയും പറഞ്ഞപ്പം അവിടെ ഒരു കാര്യം ഓർത്തോണം. ഈ യേശു മിണ്ടാതെ നിന്നു എന്നാണ് നമ്മൾ പറയുന്നത്, ശരിയാ. പക്ഷേ മിണ്ടാതെ നിൽക്കേണ്ടടുത്ത് മിണ്ടാതെ നിന്നു. സമയക്കുറവോടെ ഞാൻ ഓടിച്ചു പറയാം. യേശു അങ്ങ് മിണ്ടാതെ നിന്നപ്പം അവിടെ ആ നാടുവാഴിക്ക് ഒരു 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 അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, അവൻ്റെ മൗനത്തിങ്കൽ നാടുവാഴി ആശ്ചര്യപ്പെട്ടു. കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്യം? അല്ലേ? He got marveled by his silence. അവൻ്റെ മൗനത്തിങ്കൽ ആ നാടുവാഴി ആശ്ചര്യപ്പെട്ടു. ഇത്രയൊക്കെ നിന്നെ പറഞ്ഞിട്ട് നീ എന്താ മിണ്ടാത്തെ? നിനക്കെതിരെ ദൈവമെന്ന് കള്ളസാക്ഷ്യം പറയുന്നു, പക്ഷെ അതൊന്നും ഒത്തുവരുന്നില്ല. അവസാനത്തെ ആളും വന്ന്, ഇനി സാക്ഷ്യം വല്ലതും ഉണ്ടോ? ഇല്ല. അവസാനത്തെ ആൾ വാ പറ, എന്തോ പറയാനുള്ളത് പറഞ്ഞു, ഒത്തുവരുന്നില്ല. അപ്പോഴെങ്കിലും യേശുവിന് പറയാം, കണ്ടോ ഒന്നും ഒത്തുവരുന്നില്ല, കള്ളവാ, ഇതൊക്കെ കള്ളവാ. നമ്മളായിരുന്നെങ്കിൽ അവിടെ കിടന്ന് അലച്ച് കൂവി കരഞ്ഞ് എന്തൊക്കെ കാട്ടിക്കൂട്ടിയേനെ. യേശു ഒന്നും മിണ്ടുന്നില്ല. ഇനിയൊരു കാര്യം പറയട്ടെ, അത് മാതൃകയാണ്. മിണ്ടാതെ നിൽക്കേണ്ടടുത്ത് മിണ്ടാതെ നിൽക്കണം. അത് യേശുവിൻ്റെ മാതൃക നമ്മൾ കാണണം. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? യേശുവിൻ്റെ മൗനത്തിങ്കൽ അവരാശ്ചര്യപ്പെട്ടെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ വർത്താനത്തിങ്കിൽ ഓരോരുത്തർ ആശ്ചര്യപ്പെടുക. ഇവിടെ ഇയാളൊരു പാസ്റ്ററല്ലേ, ഇവനൊരു ദൈവവേദനല്ലേ, എന്നിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? പറ, നമ്മുടെ മൗനത്തിങ്കലാണോ ലോകം ആശ്ചര്യപ്പെടുന്നത്, അതോ നമ്മുടെ ബഹളവും നമ്മുടെ വഴക്കും ഈവൻ നമ്മുടെ കോടതി വ്യവഹാരങ്ങൾ കണ്ടിട്ട് ജാതികൾ പറയുന്നു ഇവർ വിശ്വാസികളാണോ? നിങ്ങളുടെ അന്യോന്യമുള്ള സ്നേഹം കണ്ടിട്ട് ലോകം പറയും നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന്. ഇന്ന് നമ്മുടെ തമ്മിലുള്ള ആടിയും വഴക്കും കണ്ടിട്ട് ലോകം പറയുന്നു ഇവന്മാർ ക്രിസ്ത്യാനികൾ മാത്രമല്ല പെന്തിക്കോസാരാന്ന് തോന്നുന്നു കൂടെ പറയും. ഞാനിത് കളിയാക്കുകയല്ല പ്രിയപ്പെട്ടവരെ, ഹൃദയം നിറഞ്ഞ് കണ്ണീരോടാണ് ഇത് പറയുന്നത്. നമുക്കൊന്ന് മടങ്ങി വരാം പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മാതൃക പിന്തുടരണം. അതാണ് ഇന്ന് നമ്മുടെ കുറിവാക്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ആർ വി ഫോളോയിങ് ഹിസ് ഫുഡ് സ്റ്റെപ്സ്? മൗനമായി നിൽക്കേണ്ടടുത്ത് മൗനമായി നിൽക്കുന്നവരാണോ നാം? യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹീ വിൽ ഫൈറ്റ് മൈ ബാറ്റിൽസ്. എൻ്റെ യുദ്ധം ഞാനല്ല ചെയ്യേണ്ടത്, അവനാ. അതിൻ്റെ അർത്ഥം ഞാൻ മിണ്ടാതെ നിന്ന ഈ പടയിൽ നീ പൊരുതേണ്ട ആവശ്യമില്ല. ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് പറയാമെന്ന് കൂട്ടിക്കോ, ഈ പടയിൽ നീ പൊരുതണ്ട, നീ ഉറച്ചു നിൽക്കുക, ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. ഇത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ. ഓൺലൈനിൽ കാണുന്ന ആരോടൊക്കെയോ ചിലപ്പോൾ ദൈവം പറയുന്നതായിരിക്കും, എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയാതെ കുഴങ്ങിയിരിക്കുന്നതിൽ ഈ യുദ്ധത്തിൽ നീ പൊരുതണ്ട, ലീവ് ഇറ്റ് ടു ദ ലോർഡ്. ദ ലോർഡ് വിൽ ഫൈറ്റ് ദ ബാറ്റിൽ ഫോർ യു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മൾ യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിൽ നമ്മൾ തോൽക്കും. പക്ഷേ നമ്മൾ മിണ്ടാതിരുന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ യുദ്ധം തീർച്ചയായിട്ടും അത് വിജയിക്കും. കാര്യം രാജാവാ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അപ്പം നീ ഒന്നും മിണ്ടുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഈ മിണ്ടാതെ നിന്നു എന്നാണ് പറയുന്നത്. പക്ഷേ യേശു മിണ്ടേണ്ടപ്പോൾ മിണ്ടേണ്ടുന്നവനോട് മിണ്ടും. യേശു മിണ്ടി. എന്താ മിണ്ടിയെന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 15-ാം വാക്യം, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിൻ്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്നുത്തരം പറഞ്ഞു. മിണ്ടിയോ? മിണ്ടി. മിണ്ടേണ്ടപ്പം മിണ്ടി, മിണ്ടേണ്ടവനോട് മിണ്ടി. അല്ലാത്തപ്പോഴെന്ത് ചെയ്തു? മൗനമായി നിന്നു. ഇപ്പം മനസ്സിലായോ? നമ്മൾ മിണ്ടരുതാത്തപ്പം മിണ്ടും, മിണ്ടരുതാത്തപ്പം അല്ല, നീ മിണ്ടേണ്ടപ്പം മിണ്ടത്തുമില്ല, മിണ്ടാതെ നിൽക്കേണ്ടപ്പം മിണ്ടുകയും ചെയ്യും. ഇന്ന് ആ യേശുവിൻ്റെ മാതൃക നമുക്കൊന്ന് എടുക്കാൻ പ്രിയപ്പെട്ടവരെ. ഇനി അവിടെ നിന്ന് ഓർക്കണം, ഈ പത്രോസ് തള്ളി പറഞ്ഞു, 1 അല്ല 2 അല്ല 3 പ്രാവശ്യം. അതൊരു വേലക്കാരുടെ മുമ്പിലേക്ക്. എന്നിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ പ്രാകാനൊക്കെ തുടങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്തൊരു കഷ്ടമാണ്! ഇത് ആരാ നിങ്ങൾ ഈ പറയുന്നത്? നീ പറയുന്ന യേശു ആരാ? എനിക്കറിയത്തില്ല.
തലയെ കൈവച്ച് പ്രാവാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 61 62 വാക്യം, ലൂക്കോസ് 22-ന്റെ 61 60, ഞാനൊരു ബുള്ളറ്റ് പോയിൻറ്റ്സ് പോലെ ഞാൻ പറഞ്ഞു വിട്ടു പോവുക, എന്നാലേ നമുക്ക് തീരത്തുള്ളൂ. എന്താ വാക്യം? അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. അത് തിരിഞ്ഞ് നോക്കാനുണ്ടായ സാഹചര്യം എന്താ? ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഓർക്കസ്ട്രേഷൻ കണ്ടോ? ഇയാളത് 3-ാം വട്ടം തള്ളിപ്പറയാനും അവിടെ ഒരു കോഴിയെ കൊണ്ട് നിർത്താനും ആ കോഴി കൃത്യമായിട്ടൊരു കൂവൽ കൂവാനും ഉടൻ എന്ത് ചെയ്തു? ആ ടൈമിങ്ങും അതെല്ലാം കറക്റ്റായിരുന്നു. ആ കോഴി അങ്ങോട്ട് കൂവാനും പത്രോസിന് എവിടെ, അയ്യോ ഇതല്ലയോ പറഞ്ഞത്. ഉടനെ നോക്കണേ, ആ കറക്റ്റായിട്ട് അവിടെ യേശു ആ സീനിലുണ്ട്, പത്രോസും ഉണ്ട്, കോഴിയുണ്ട്. അപ്പോൾ കോഴി അങ്ങോട്ട് കൂവി, പത്രോസ് ഇങ്ങനെ ഒന്ന് ഞെട്ടി. യേശു എന്ത് ചെയ്തു? അവിടെ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കി. അപ്പോഴാ നോട്ടം പത്രോസിനെ ഓർപ്പിച്ചു. എന്താണ്? ഇന്ന് കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന വാക്കു പത്രോസ് ഓർത്തു. യേശുവിൻ്റെ ആ നോട്ടം അവനെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള നോട്ടമായിരുന്നു. ചോദ്യം, ഞാനും നിങ്ങളുമാണ് ആ പത്രോസിനെ ഒന്ന് തിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിൽ ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ? ഇവിടെ വല്ല അഭിനയിക്കുന്നവരുണ്ടോ? ഒന്ന് സ്റ്റേജിലോട്ട് ഒന്ന് കാണിക്കാമോ? ആ പത്രോസിനെ തിരിഞ്ഞു നോക്കുന്ന ഒരു നോട്ടം, നാടൻ ഭാഷയെ പറഞ്ഞാൽ നോക്കി അവനെ ഭസ്മമാക്കി കളയും. നമ്മളൊക്കെ ഓരോരുത്തരെ നോക്കി അല്ലേ? ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊക്കെ മോശമാണോ നോട്ടത്തിൽ? ഓയ്യോ, ആ യേശുവിൻ്റെ അങ്ങനത്തെ ഒരു നോട്ടമല്ല നോക്കിയത്. ആ യേശുവിൻ്റെ ഒറ്റ നോട്ടത്തിൽ അവനെ ചിലത് ഓർപ്പിച്ചു എന്നല്ല. അടുത്ത വാക്യം, പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. അതിൻ്റെ അർത്ഥം അവനെ മാനസാന്തരത്തിലേക്ക് നടത്തിയ നോട്ടമാണ് എൻ്റെ കർത്താവ് നോക്കിയത്. ഇന്ന് രാത്രി ആർദ്രതയുള്ള കണ്ണുകൾ വെച്ച് അവൻ എന്നെയും നിങ്ങളെ ഒന്ന് നോക്കുക. നമ്മളെ ഈ പറഞ്ഞ പോലെ ശപിക്കുന്ന നോട്ടമല്ല, നമ്മളെ ഈ പറഞ്ഞ പോലെ നരകത്തിലോട്ട് പറഞ്ഞയക്കുന്ന നോട്ടമല്ല, കോപത്തോടെയുള്ള നോട്ടമല്ല, പ്രതികാരത്തോടുള്ള നോട്ടമല്ല, നമ്മളെ കളിയാക്കി പുച്ഛിച്ച് താഴ്ത്തി കെട്ടിയുള്ള നോട്ടമല്ല. മോനെ, ഒന്ന് അനുദപിച്ചു മടങ്ങുവാ, ഒന്ന് തിരിഞ്ഞുവാ എന്ന് പറഞ്ഞ ആ ആഹ്വാനത്തോടുകൂടി ഒരു നോട്ടമാണ് എൻ്റെ കർത്താവ് പത്രോസിനെ നോക്കിയത്. എത്ര പേർക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ? ഇന്ന് ഞാനും നിങ്ങളും തിരിഞ്ഞു വരുന്നെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ആ ആർദ്രതയുള്ള കണ്ണുകളുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഒരു നോട്ടം. അതിനൊന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം പറയാമോ? ആ കർത്താവിൻ്റെ നോട്ടം നിങ്ങളെ ഇതുവരെ നോക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളിപ്പോഴും ഈ തള്ളിപ്പറഞ്ഞുകൊണ്ട് നടക്കുക. പക്ഷേ ആ തള്ളിപ്പറച്ചിൽ നിർത്തിയിട്ട് അനുദപിച്ച് ദുഃഖത്തോടെ കരഞ്ഞ് തിരിച്ച് റിസ്റ്റോർ ചെയ്യപ്പെടുവാൻ ആ പത്രോസിന് ദൈവം ഒരവസരം കൊടുത്തു. പക്ഷെ ഒന്നോർക്കണം, യൂദായ്ക്ക് അവസരം കിട്ടിയില്ല അല്ലേ? അവൻ നാശയോഗ്യനായിരുന്നു, അവൻ പോയി. പക്ഷേ ഈ പത്രോസിന് ആ ഒരു അവസരം കിട്ടി. കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കി. ഇന്ന് രാത്രി എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന, കർത്താവെ, എവിടെയെങ്കിലും ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്നുവെങ്കിൽ ഒന്ന് തിരിഞ്ഞ് എന്നെ ഒന്ന് നോക്കണമേ, എന്നെ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കണമേ. എൻ്റെ ജീവിതത്തിൽ കർത്താവെ ഒന്ന് യഥാസ്ഥാനപ്പെടുവാൻ, ഒന്ന് കർത്താവ് അനുദപിക്കുവാൻ, പശ്ചാത്തപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, മടങ്ങി വരുവാൻ, അങ്ങയോട് വന്ന് ചേരുവാൻ എന്നെ ഒന്ന് സഹായിക്കുന്ന ആ നോട്ടം എന്നെ ഒന്ന് നോക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ നോട്ടത്തെക്കുറിച്ച് തന്നെ എന്തുമാത്രം നമുക്ക് വായിക്കാനുണ്ടെന്നറിയാം ബൈബിളിൽ. കർത്താവിൻ്റെ ആ അനുകമ്പയോടുള്ള നോട്ടം, ആർദ്രതയോടുള്ള നോട്ടം, മനസ്സലിഞ്ഞുള്ള നോട്ടം. ഈ പത്രോസിനെ നോക്കിയ ആ നോട്ടം ലോകത്തിൽ ആർക്കെങ്കിലും അതൊന്ന് അഭിനയിച്ച് കാണിക്കാനെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ആ നോട്ടമാണ് ഇന്ന് രാത്രി ആ കർത്താവ് നമ്മളെ നോക്കുന്നത്. ഇന്ന് ആ നോട്ടം ഒന്ന് ശ്രദ്ധിച്ച് ജീവിതത്തിൽ ക്രമീകരണം നമ്മൾ വരുത്തുമെങ്കിൽ നാം ജയിച്ചു പ്രിയപ്പെട്ടവരെ. എൻ്റെ പ്രാർത്ഥന, കർത്താവേ, അങ്ങയുടെ നോട്ടം കണ്ടിട്ട് ഞാൻ ഐ ഷുഡ് നോട്ട് മിസ് ദാറ്റ് ലുക്ക് അല്ലേ? എന്തെങ്കിലും കാരണം കൊണ്ട് ആ യേശുവിൻ്റെ ആ നോട്ടം നമ്മൾ മിസ് ചെയ്യരുത്. ഈ പ്രാർത്ഥനാ ദിവസങ്ങളിൽ ചിലപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ദൈവം ഇതുപോലെ തിരിഞ്ഞ് നിങ്ങളെ ഒന്ന് നോക്കും. പക്ഷെ ആ നോട്ടം നിങ്ങളൊന്ന് മനസ്സിലാക്കി
അതിദുഃഖത്തോടെ കരഞ്ഞ് മടങ്ങി വന്നേക്കണം. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഭൂമിയിൽ എവിടെ ഇരുന്നോട്ട് കേൾക്കുന്നുവെങ്കിലും ആ നോട്ടം നിങ്ങളെ ഒന്ന് നോക്കുമ്പോൾ അത് നിങ്ങളെ ഈ പറഞ്ഞ നശിപ്പിക്കാൻ ഉള്ള നോട്ടമല്ല, അത് നിങ്ങളെ ശിക്ഷിക്കുന്ന നോട്ടമല്ല, നിങ്ങളെ റിഡീം ചെയ്യുവാൻ, നിങ്ങളെ എന്ത് ചെയ്തു വീണ്ടെടുക്കുവാനുള്ള നോട്ടമാണ് എൻ്റെ കർത്താവ് നോക്കിയത്. അങ്ങനെ ഇതിൽ നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം അതേ ഭാവം നമുക്കും ഉണ്ടായിരിക്കണം. നമ്മളെയും ഒറ്റിക്കൊടുക്കുന്നവർ കാണും, നമ്മളെയും തള്ളിപ്പറഞ്ഞവർ കാണും, പക്ഷെ അവരോടുള്ള നമ്മുടെ നോട്ടം എങ്ങനെ, അതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ആ മാതൃക പിന്തുടരാനല്ലേ പത്രോസ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്നെ ചതിച്ചവർ, എന്നെ വഞ്ചിച്ചവർ, എന്നെ അപമാനിച്ചവർ, എനിക്ക് കഷ്ടനഷ്ടങ്ങൾ വരുത്തിയവർ എത്രയോ പേര് നമ്മുടെ ഇടയിൽ കാണും, പക്ഷേ അവരോടുള്ള നമ്മുടെ നോട്ടം എങ്ങനെ? നമ്മുടെ നോട്ടം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന നോട്ടമായിരിക്കണം. അവരെന്നേക്കും നഷ്ടപ്പെട്ടു പോകാനുള്ള നോട്ടം നോക്കിക്കളയരുത്. ഇന്ന് നമ്മുടെയൊക്കെ ഒരു നോട്ടത്തിൽ അവരൊരു പോക്ക് പോയാൽ പിന്നെ ഒരിക്കലും വരത്തില്ല. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ നോട്ടത്തിൽ അവൻ തിരിഞ്ഞു വന്നു അല്ലേ? തിരിഞ്ഞു വന്നു. അത് മറക്കരുത്. അടുത്തത് മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം. ആ ഗലീല കുന്നിലിരുന്ന് ഗിരിപ്രഭാഷണം എന്ന പേരിൽ നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടുള്ള എത്രയോ ഭാഗമാണ് മത്തായി 5:6-7. അതിൽ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഓക്കെ, ഇത് കൊള്ളാം. ഇത് ഈ പറഞ്ഞ പോലെ സുവിശേഷ വിരോധികൾ പോലും ഇതെടുത്ത് പറയാറുണ്ട്. നിങ്ങളുടെ യേശു പറഞ്ഞിട്ടില്ലേ, നിങ്ങളെന്താ അതൊക്കെ ചെയ്യാത്തേ അല്ലേ? ലോകത്തിലുള്ള ലോകമനുഷ്യർ പോലും വലിയ നേതാക്കന്മാരൊക്കെ ഇത് കോട്ട് ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ മഹാത്മാഗാന്ധിജിയൊക്കെ തന്നെ ഈ സെർമൺ ഓൺ ദ മൗണ്ടിലെ ചില ഭാഗങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പം ഈ പറഞ്ഞ നമ്മുടെയൊക്കെ യോഗങ്ങളിലൊക്കെ ഇടയായിട്ടിപ്പം ഈ രാഷ്ട്രീയക്കാർ വരുന്ന ഒരു പുതിയ പതിവ് തുടങ്ങിയിട്ടുണ്ട്. അവർ വന്നിട്ട് ഇപ്പം നമ്മളെക്കാളും നന്നായിട്ടൊക്കെ വചനം പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എടുത്ത് കോട്ട് ചെയ്യുന്ന പ്രധാന ഒരു ഭാഗം ഈ ഗിരിപ്രഭാഷണമാണ് അല്ലേ? നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഇത് ഗലീല കുന്നിലിരുന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ യേശു പഠിപ്പിച്ചു അല്ലേ? താൻ പ്രസംഗിച്ചു. പക്ഷേ ലൂക്കോസ് 23:34 എന്താണെന്നറിയാമോ? ലൂക്കോസ് 23:34 യേശു അവിടെ ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇത് കഴിഞ്ഞതും അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. തൻ്റെ ഉടുവസ്ത്രം അഴിച്ചുകൊണ്ട് പോയി, അത് ചീട്ടിട്ടെടുത്തുകൊണ്ട് പോയി. ഞാൻ രാവിലെ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററി സേസ് ജീസസ് വാസ് നേക്കഡ് ഓൺ ദ ക്രോസ്. നമുക്കത് പറയാൻ പോലും ഇഷ്ടമില്ല, നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും ഇഷ്ടമില്ല, പക്ഷെ അതാ സത്യം. ഇത്ര നിന്ദ്യനായി അല്ലേ, ഇത്രയും ഒരു ഷെയിംഫുൾ ആയിട്ട് എൻ്റെ കർത്താവ് ആ ക്രൂശിൽ കിടന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ടു ടേക്ക് അവേ യുവർ ഷെയിം. നമ്മുടെ നിന്ന നീക്കിക്കളയാനാണ് കർത്താവ് ആ ക്രൂശിൽ നിന്നതിനായത്, പ്രിയപ്പെട്ടവരെ. അപ്പം ഇവിടെ ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാമോ? ജീസസ് പ്രാക്ടീസ്ഡ് ഓൺ മൗണ്ട് ഗോൽഗോഥ വാട്ട് ഹി പ്രീച്ച്ഡ് ഇൻ ദ മൗണ്ട് ഓഫ് ഗാലിലി. ഗലീല കുന്നിൽ താൻ പ്രസംഗിച്ചത് ഗോൽഗോഥ കുന്നിൽ താൻ പ്രവർത്തിച്ചു. കാര്യം മനസ്സിലായോ? ഈ സ്റ്റേജിൽ നിന്നിപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നു, ഈ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾക്കിതൊക്കെ നന്നായിട്ട് പ്രസംഗിക്കാം. പക്ഷേ സ്വർഗം നോക്കുന്നത് ഈ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ഞാൻ ഈ സ്റ്റേജ് വിട്ടിറങ്ങി എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഇത് പാലിക്കുന്നുണ്ടോ എന്നാണ്. അതിനെങ്കിലും രാമയും പറയാമോ? ഞാൻ എൻ്റെ കാര്യം ഇപ്പം പറഞ്ഞു. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പഠിപ്പിക്കാൻ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇത് പാലിക്കാൻ വലിയ പാടാണ്. പക്ഷേ എൻ്റെ കർത്താവ് ആ ഗിരിമേളിൽ ആ കുന്നിന്മേലിരുന്ന്, ആ മലമേലിരുന്ന് എന്തൊക്കെ പഠിപ്പിച്ചോ അതെല്ലാം ഈ കുന്നിൻ്റെ മുകളിൽ താൻ എന്ത് ചെയ്തു? അത് പാലിച്ചു കാണിച്ചു തരുന്നു. ആ യേശു ക്രൂശുപെടുത്ത് ഇങ്ങനെ പോകുമ്പം സ്ത്രീകളൊരു കൂട്ടർ വിലപിച്ച് കരയുന്നു. അവർ വിലപിച്ച് കരയുമ്പോൾ നമ്മളാണെങ്കിൽ പറഞ്ഞാൽ കര ആരെങ്കിലും ഒന്ന് കര. കാര്യം ഈ സെൽഫ് സിമ്പതി എന്ന് പറയാറുണ്ട്, സ്വയസഹതാപം നമുക്കൊത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഞാനൊരു വേദന അനുഭവിക്കുമ്പം ആരെങ്കിലും ആ വേദനയിൽ എൻ്റെ അടുത്ത് അയ്യോ കഷ്ടമുണ്ട്, അടുത്തോ ഭയങ്കര വേദനയല്ലേ, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, അയ്യോ പാവം നോക്കി, അയ്യോ കഷ്ടമുണ്ട്, ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം എവിടെയാണ്.
പക്ഷേ യേശുവിന് ഒരിക്കലും അങ്ങനെ ഒരു സ്വയസഹതാപം ആവശ്യമായിരുന്നില്ല. ലൂക്കോസ് 23:27-28, ലൂക്കോസ് 23:27-28, ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ചു മുറയിടുന്ന അനേകം സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. യേശുവിനെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ ഒത്തിരി ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോഴും, അവനെ ക്രൂശിക്കാമെന്ന് നിലവിളിച്ചു എന്നൊക്കെ പറയുമ്പോഴും, ഒരു വലിയ സമൂഹവും അതിൽ തന്നെ കുറേ സ്ത്രീകളും ഈ പറഞ്ഞ പോലെ വിലപിച്ചുകൊണ്ട് എന്ത് ചെയ്തു? മുറയിട്ടുകൊണ്ട് അവൻ്റെ പിന്നാലെ ചെന്നു. ഇന്ന് നമ്മളായിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ വരാൻ, നിങ്ങളെല്ലാം കൂടി ഒരു മെമ്മോറാണ്ടം ഒപ്പിട്ട് അവിടെ കൊണ്ട് കൊടുക്കുക, ആ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ കോടതി കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ ജാമ്യത്തിലെടുത്ത് ഇറക്കി വിടുക എന്നെങ്കിലൊക്കെ പറഞ്ഞേനെ. യേശു അതൊന്നും പറഞ്ഞില്ല. നമ്മളായിരുന്നെങ്കിൽ ഞാനൊരു കഷ്ടത്തിലൂടെ പോകുമ്പം ഐ വുഡ് ട്രൈ ടു ഗ്യാദർ മാക്സിമം സപ്പോർട്ട്. ഇതാണ് കര 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 എഴുത് പത്രത്തിലൊക്കെ വാർത്ത കൊടുക്കുക, വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇതങ്ങ് വേണ്ട, എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് എല്ലാവരോടും പറ, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ യേശു കുറച്ചു പേര് ഈ തൻ്റെ കഷ്ടത്തിൽ വിലപിച്ചുകൊണ്ട് മുറയിടാൻ വന്നപ്പം യേശു പറയാ, എന്തോ പറഞ്ഞത്? അടുത്ത വാക്യം, അവരെ തിരിഞ്ഞു നോക്കിയിട്ട്, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. അതിൻ്റെ അർത്ഥം, എനിക്ക് വേണ്ടി കരയണ്ട, എനിക്ക് നിങ്ങളുടെ സിമ്പതി വേണ്ട. ഇന്ന് ദൈവവേല ചെയ്യുന്നവർ ഓർത്തോണം, മനുഷ്യരുടെ സിമ്പതി പ്രതീക്ഷിക്കരുത്. അതിനൊരാമയം പറയാമോ? ഞാനും നിങ്ങളും ദൈവവൈതലായി കഴിഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് ഒരു സഹതാപവും പ്രതീക്ഷിക്കരുത്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുക. ആം ഐ എ പേഴ്സൺ who is always seeking sympathy from others? അല്ലെങ്കിൽ സെൽഫ് സിമ്പതി, സ്വയസഹതാപം ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? ഇന്ന് യേശുവിൻ്റെ ആ മാതൃക പിൻപറ്റിക്കോണം. യേശുവിന് വേണ്ടായിരുന്നു ആരുടെയും സിമ്പതി. യേശുവിന് വേണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ട. ഒരാമയും പോലും വന്നില്ലല്ലോ. പക്ഷേ ക്ഷമിക്കണം, ഇന്ന് പിന്നെ ദുഃഖ വെള്ളിയാഴ്ചയുടെ അക്കൗണ്ടിൽ ഇതങ്ങ് എഴുതി പോട്ടെ, സാരമില്ല. ഇന്നെല്ലാവരും ദുഃഖത്തിലിരിക്കുക, അതുകൊണ്ടൊക്കെയാണ് അവർ ഒത്തിരി സ്തോത്രം അല്ലേലിയ. നാളെ തൊട്ട് കുഴപ്പമില്ല, ഈസ്റ്ററിനൊന്ന് നമുക്ക് തകർക്കണം. എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ ഈ ഒത്തിരി ബഹളം വെച്ചാൽ ഈ വചനം ആ ബഹളത്തിൽ അങ്ങ് ഒലിച്ചങ്ങ് പോവും. പക്ഷേ ഞാൻ ചിലപ്പം പറയാറുണ്ട്, ഈ വചനം തലയ്ക്ക് മോളിക്കൂടെ അങ്ങ് പോവും. ഇന്നെനിക്ക് മനസ്സിലായി, തലയ്ക്ക് മോളിക്കൂടല്ല പോകുന്നത്, തലയ്ക്കകത്തോട്ടാണ് പോകുന്നത്. അതിനായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവസഭയിൽ തലയ്ക്കകത്തോട്ടും കൂടെ കുറച്ച് വചനം പോകണം. ആ തലയിൽ മാത്രം നിന്ന് അത് അറിവായിട്ട് ചീർക്കും. അത് ഒരടി താണ് ഹൃദയത്തിലേക്കും കൂടെ ഒന്ന് വരണം. ഹൃദയത്തിലേക്ക് ഈ വചനം ഇറങ്ങുമ്പോഴാണ് രൂപാന്തരമായിട്ട് മാറുന്നത്. പണ്ട് മലബാറിലൊരു ദൈവദാസൻ കുടുംബമായിട്ട് കുടിയേറി പാർത്ത് സുവിശേഷ വേല തുടങ്ങി. വലിയ പട്ടിണിയും പരിവട്ടമായി. 2 മക്കളുണ്ട്. അതിൽ മൂത്ത മോൻ മിടുക്കനായിരുന്നു. അപ്പനെപ്പം എഴുന്നേറ്റ് പ്രസംഗിക്കാൻ നിൽക്കുമോ, ഈ മോൻ ചെന്ന് മുന്നിൽ ചെന്ന് മുട്ടുകുത്തി അവനങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങും അപ്പന് വേണ്ടി. അപ്പോൾ കുറച്ച് വിശ്വാസികളുള്ള അവരൊക്കെ പറഞ്ഞു, അയ്യോ ഈ പാസ്റ്റർ എന്തോ ഒരു ഭാഗ്യവാൻ. ആ മോൻ നോക്കിയ കൊച്ചെറുക്കനാ, പപ്പ എപ്പം പ്രസംഗിക്കാൻ എഴുന്നേക്കുമ്പോഴും മോൻ ചെന്ന് മുട്ടുമേലെന്ന് അപ്പന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഇടിവിൽ നിൽക്കുന്ന ഒരു മകൻ ഈ ദൈവദാസനുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ശരിയാണെന്ന് വിചാരിച്ചു. കാരണം ശരിയാ, അപ്പൻ എഴുന്നേൽക്കുമ്പോൾ ഈ മോൻ ചെന്ന് മുട്ടുമേൽ നിന്ന് മുന്നിൽ നിന്ന് അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുക. അവസാനം ആരാണ്ട് ചെന്ന് ഇവനെന്തോ ഈ പ്രാർത്ഥിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവൻ ഒറ്റ ഒരു വരിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവൻ കരഞ്ഞോണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവേ ഒരടി താക്കണേ. ആരാണ്ട് ചോദിച്ചു, മോനെ എന്തുവാടാ നീ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളെ ഈ പപ്പ പ്രസംഗിക്കുന്നതൊക്കെ തലേന്നാ ഇതെല്ലാം പ്രസംഗിക്കുന്നത്. ഒരടി താണ് ഹൃദയത്തിൽ നിന്നൊന്ന് പാലിച്ച് കണ്ടിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നേനെന്ന്. അതിനും ഹല്ലേലൂയ. ചിലപ്പോഴെങ്കിലും ഞങ്ങളും ഈ തലേന്നൊക്കെ ഒരുപാട് ഞങ്ങൾക്കിങ്ങനെ മുന്നേ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. മക്കളില്ലാതെ ആ പ്രശ്നം. നിങ്ങളെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഇവിടെ നിന്ന് ആര് പ്രസംഗിച്ചാലും ഇവിടെ നിന്നല്ല പ്രസംഗിക്കേണ്ടത്, ഇവിടെ നിന്ന് പ്രസംഗിക്കണം. ഈ ദിവസങ്ങളിൽ തലയ്ക്കകത്തോട്ട് പോകുന്നത് ഹൃദയത്തിലോട്ടൊന്ന് ഇറങ്ങണം. ഒരടി താഴേക്ക് വരണം. ഈ 21 ദിവസം ഇവിടെ കേൾക്കുന്ന ദൈവവചനം തലയ്ക്കകത്ത് അറിവായി നിങ്ങൾ ചുമന്നുകൊണ്ട് വീട്ടിൽ പോകരുത്. അത് ഒരടി ഹൃദയത്തിലേക്ക് ഇറങ്ങി അത് നിങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്ന വചനമായി തീരണം. റോമറിലൊരു വാക്യം പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ തിരുവചനം നിങ്ങളുടെ വായിലുണ്ടായിരിക്കണം.
2, ഈ തിരുവചനം നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. 3, ഈ തിരുവചനം നിങ്ങൾ പാലിക്കണം. 3 കാര്യം. ദിസ് വേർഡ് ഷുഡ് ബി ഇൻ യുവർ മൗത്ത്. ദിസ് വേർഡ് ഷുഡ് ബി സ്റ്റോർഡ് ഹിയർ. ആൻഡ് ദിസ് വേർഡ് യു ഹാവ് ടു കീപ്പ് ഇറ്റ് ആൻഡ് ലിവ് ബൈ ഇറ്റ്. നിങ്ങൾ ആ വചനം പാലിച്ചു ജീവിക്കണം. അവിടെ മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ ധ്യാനിക്കുക എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും ഒരു സ്പിരിച്വൽ ഒരു വേർഡായിട്ട് നമ്മളങ്ങ് അങ്ങ് ഒതുക്കി വയ്ക്കും. മെഡിറ്റേറ്റ്, ധ്യാനിക്കുക, വചനം ധ്യാനിച്ചു. മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. മെഡിറ്റേറ്റ് എന്നുള്ള വാക്കിൻ്റെ സിമ്പിൾ മീനിങ് ഇംഗ്ലീഷിൽ റൂമിനേറ്റ് എന്നാണ്. റൂമിനേറ്റ് എന്നുള്ള വാക്ക് അയവിറക്കുക എന്നാണ്. കന്നുകാലികൾ അറിയാമല്ലോ, അവർ ഈ ഓടി നടന്ന ഈ കച്ചിയും പുല്ലും എല്ലാം വിഴുങ്ങും. അത് വയറ്റിലേക്കല്ല പോകുന്നത്. അവയ്ക്ക് മാത്രം ദൈവം റൂമൻ എന്ന് പറഞ്ഞൊരു കമ്പാർട്ട്മെൻറ്റ് ഇവിടെയുണ്ട്. ഇത് നേരെ കച്ചിയും പുല്ലുമൊക്കെ ഈ കമ്പാർട്ട്മെൻറ്റിലാണ് പോയി കിടക്കുന്നത്. എന്നിട്ട് ഇത് നിങ്ങൾ എവിടെയെങ്കിലും പോയി കിടക്കുമ്പം ഈ വെട്ടി വിഴുങ്ങിയത് അത് തിരിച്ചു വരും. തിരിച്ചു വായിലോട്ട് വരുമ്പം അത് നല്ലവണ്ണം ചവച്ച് അരച്ച് വീണ്ടും വിഴുങ്ങുമ്പോഴാണ് അത് വയറ്റി പോകുന്നത്. അതാണ് തൻ്റെ ബ്ലഡ് സ്ട്രീമിലോട്ട് വന്ന് ബലം പോഷകണമായി മാറുന്നത്. നമ്മുടെ പ്രശ്നം ഈ കിട്ടുന്നതെല്ലാം വാരി അങ്ങ് വിഴുങ്ങും, പക്ഷേ തിരിച്ചെടുത്ത് അയവിറക്കത്തില്ല. അതാ ഞാൻ ഈ പറയുന്ന സഭകളിൽ ഞാൻ കാണുന്നൊരു വലിയ അപകടമാണ്. ഈ കിട്ടുന്ന വിഴുങ്ങിയേച്ച് ചാടി എഴുന്നേറ്റ് നിന്ന് അങ്ങ് കൈ ഓടിച്ച് പാസ്സാക്കിയിട്ട് അങ്ങ് പോവും. പക്ഷേ വീട്ടിൽ ചെന്ന് ഇത് തിരിച്ചെടുത്ത് അയവിറക്കണം. ആ മെഡിറ്റേറ്റ് എന്നുള്ള വാക്കിൻ്റെ സിമ്പിൾ മീനിങ് റൂമിനേറ്റ്. എന്താണ്? അയവിറക്കുക എന്നാണ്. എൻ്റെ ചോദ്യം, ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിക്കാറുണ്ടോ? ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചയിൽ പറഞ്ഞു, 2 കാര്യം നിങ്ങൾ വചനം കേൾക്കുന്നവർ ചെയ്യണം. 1, വീട്ടിൽ പോയി ഇത് ഉള്ളത് തന്നെയോ എന്ന് ഇത് വെച്ച് ചെക്ക് ചെയ്യണം. 2, എന്ത് കേട്ടാലും എന്ത് ശുശ്രൂഷ കണ്ടാലും ടെസ്റ്റ് എവറി സ്പിരിറ്റ്സ്. ആത്മാക്കളെ വിവേചിപ്പിൻ. ഇതൊന്ന് സഭയിൽ പറയാൻ പോലും വിശ്വാസമൊക്കെ പേടി. യോ, ഞങ്ങളുടെ സഭയിലൊന്നും അങ്ങനെയൊന്നും അല്ല. യോ, അതിൻ്റെ ആവശ്യമില്ല, അഭിഷിക്തന്മാരല്ലേ വന്നത്. ഏതഭിഷിക്തനാണെങ്കിലും ഏതാത്മാവിൽ ശുശ്രൂഷിക്കുന്നുവെന്ന് വിവേചിക്കേണ്ടത് പുതിയ നിയമസഭയിലെ വിശ്വാസികളോടാണ് പറഞ്ഞിരിക്കുന്നത്. കൗൺസിൽ കൂടിയല്ല വിവേചിക്കേണ്ടത്, ജനറൽ കൗൺസിലല്ല വിവേചിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്ന വചനം ഉള്ളത് തന്നെയോ എന്ന് വചനം വെച്ച് നിങ്ങൾ പരിശോധിക്കണം. 2, ഇത് ഏതാത്മാവിൽ ഇത് ശുശ്രൂഷിക്കുന്നു, ഇത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? വിവേചിക്കണം. ടെസ്റ്റ് എവറി സ്പിരിറ്റ്സ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതെങ്ങനെയാണ് ബ്രദർ, അതിനുള്ള കൃപയും വരവും ഒക്കെ വേണ്ടേ? ശരി, അതൊരു വരം, വിവേചനം ഒരു വരമാണ്. പക്ഷേ എല്ലാവർക്കും ആ വരം ഇല്ലായിരിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെ പറയും, വരമില്ലേലും കോമൺ സെൻസ് എങ്കിലും നിങ്ങൾക്കുണ്ട്, സാമാന്യ ബുദ്ധി. ഇന്ന് പല ശുശ്രൂഷകളും സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പാസ്സായി പോകത്തില്ല. പക്ഷേ ഇതെല്ലാം പാസ്സാകുന്നത് സഭയ്ക്കുള്ളിലാണ്. വെളിയിൽ ചെന്ന് അവർ ഓടിക്കും, സമൂഹം അടുപ്പിക്കത്തില്ല. പക്ഷേ സഭയ്ക്കുള്ളിൽ എന്തും കാട്ടിക്കൂട്ടാം. ഒരു വാണിങ്ങാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ദൈവസഭയോടാണ് ഞാൻ പറയുന്നത്. ഇത് ഞാനല്ല പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ടെസ്റ്റ് എവറി സ്പിരിറ്റ്, ചെക്ക് എവറിത്തിങ് ദാറ്റ് യു ഹിയർ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് രണ്ടും അന്ത്യകാലത്ത് സഭ ചെയ്തില്ല എങ്കിൽ വലിയ അപകടം നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ അപകടമുണ്ട്. നമുക്കതിലേക്ക് മടങ്ങി വരാം. തിരിച്ച് ആ വലിയ വേദനയിലും ആ വലിയ വ്യഥയിലൂടെ കർത്താവ് പോകുമ്പോഴും അവിടെ ഞാൻ രാവിലെ പറഞ്ഞു, വശത്ത് കിടക്കുന്ന ഒരു കള്ളൻ്റെ ഒരു ആവശ്യം എന്താണ്? എന്നെക്കൂടെ ഒന്ന് ഓർക്കണേ, ഡൺ, നീ ഇന്ന് എൻ്റെ ഒപ്പം ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ഈവൻ ഡ്യൂറിങ് ദാറ്റ് ഇൻറ്റൻസ് പെയിൻ ആൻഡ് സഫറിങ് ജീസസ് കുഡ് മിനിസ്റ്റർ ടു വൺ ഓഫ് ദ ഫെലോ ബീയിങ്സ്. അല്ലേ, ഒരു കൊലപ്പുള്ളിയായി കിടക്കുന്നത്, പക്ഷെ അവൻ്റെ ആവശ്യത്തിൽ അവന് ശുശ്രൂഷിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ പ്രശ്നം, ഞാൻ നിരന്തരം സ്വയ സഹതാപത്തിൽ ജീവിക്കുന്ന ഒരുവനാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല. എനിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ. ആരുടെ പ്രശ്നം? എൻ്റെ പ്രശ്നം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ശുശ്രൂഷ. നിങ്ങളുടെ പ്രശ്നം അവിടെ കിടക്കട്ടെ. അത് കർത്താവ് അനുവദിച്ച പ്രശ്നമാണെങ്കിൽ അത് കർത്താവ് നോക്കിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവഹിത പ്രകാരമുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു വന്നു. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് ആ സമയത്തേക്ക് ദൈവം ആരെയൊക്കെ അയക്കുന്നുവോ അവരോട് ശുശ്രൂഷിക്കുവാനുള്ള ഒരു കടപ്പാട് നിങ്ങൾക്കുണ്ട്. അതിനൊരാമയം പറയാമോ?
ഒരുപക്ഷെ നിങ്ങൾ രോഗിയായിരിക്കും. നിങ്ങൾക്ക് രാത്രി കിടന്നാൽ ശ്വാസം മുട്ടിയിട്ട് കിടക്കാൻ വയ്യ, തലണ വെച്ചിങ്ങനെ പൊങ്കിയിരിക്കുക. രാത്രി മുഴുവൻ ഉറങ്ങാതെ നിങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ എല്ലാവരുടെയും കൂർക്കം വലി കേൾക്കാം. നിങ്ങൾ ഉറങ്ങാതെ ക്ലോക്കിൻ്റെ ഓരോ മണിക്കൂർ ആ മണി നിങ്ങൾക്ക് കേൾക്കാം. ഒന്നറിയാമോ, ആ അവസ്ഥയിൽ നിങ്ങൾ ചിലപ്പം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യമാവും. അനുഭവമുണ്ടോ? ആർക്കെങ്കിലും അനുഭവമുണ്ടോ? നിങ്ങളുടെ പ്രശ്നം മാറിയില്ല, പക്ഷേ ചിലരുടെ പ്രശ്നം മാറാൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കഴിയും. ഇതെന്ന് ഈ പ്രാർത്ഥനാ ദിവസങ്ങൾ നിങ്ങളത് മനസ്സിലാക്കി ഏറ്റെടുത്തോണം. നിങ്ങളുടെ പ്രശ്നം മാറിയിട്ടല്ല ശുശ്രൂഷിക്കേണ്ടത്. നിങ്ങൾ ആ പ്രശ്നത്തിൻ്റെ ആ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. ആ ക്രൂശിൽ അതിവേദനയിൽ കിടക്കുമ്പോഴും ഒരുവൻ്റെ ആവശ്യത്തിന് ശുശ്രൂഷിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിഞ്ഞു. ആ കുരിശിൽ ഈ വേദനയിൽ കിടക്കുമ്പോഴും അമ്മയുടെ കാര്യം ഒരാളെ ഏൽപ്പിച്ചു. ഉത്തരവാദിത്തങ്ങളെല്ലാം യേശു അവിടെ ചെയ്തെന്നുള്ളത് ഓർത്തോണം. ഇനി മത്തായി 26:53 അവിടെ ഒരു വാക്ക് കർത്താവ് പറയുന്നുണ്ട്. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗ്യോണിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാന്ന് തോന്നുന്നുവോ? അതിൻ്റെ അർത്ഥം ശരിയാ. ഇപ്പം വേണേലും ഞാൻ ഒരു വാക്ക് എൻ്റെ പിതാവിനോട് പറഞ്ഞാൽ എത്ര ആയിരം ദൂതന്മാരെ ഇവിടെ ഇറക്കുമെന്നറിയാമോ? യേശു അത് ചെയ്തോ? ഇല്ല. എന്താ ചെയ്യാത്തത്? അടുത്ത വാക്യം, എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും? ഇന്ന് നിങ്ങളെല്ലാം ഇന്ന് കാത്തിരിക്കുന്നത് പിതാവ് ഈ ദൂതന്മാരെ അയച്ചു ചില അത്ഭുതങ്ങൾ ചെയ്ത് എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളെ അങ്ങ് ഉയർത്തി മാനിക്കുമെന്നാണ്. ചിലപ്പം പിതാവ് അത് ചെയ്യത്തില്ല. കാര്യം നിങ്ങളിപ്പം കടന്നു പോകുന്ന അവസ്ഥയിലൂടെ കടന്നുപോയി ചിലത് നിവർത്തിക്കണം. പോരാ, ആമേനുമില്ല, ഹല്ലേലൂയ ഇല്ല, ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. സത്യം പറയുമ്പം പ്രിയപ്പെട്ടവരെ അത് നമ്മൾ സമ്മതിക്കണം. നിങ്ങൾ വാഗോണ്ട് ഉറക്കെ പറയണ്ട, എങ്കിലും ഒന്ന് പതുക്കെ പറഞ്ഞ് ആമേൻ. ആ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ കടന്നു പോകുന്നു, ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എന്നെക്കാട്ടിലും ആരെക്കാട്ടിലും എൻ്റെ അപ്പൻ അറിയാം. പക്ഷേ ഈ അവസ്ഥയിലൂടെ ഞാനിത് കടന്നു പോകണമെന്നുള്ളത് അതെൻ്റെ അപ്പൻ്റെ ഇതമാണെങ്കിൽ അത് കടന്നു പോകാൻ, അതിലൂടെ പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ആ കടന്നു പോകുന്ന അവസ്ഥയിലും എനിക്കൊരു ശുശ്രൂഷ ദൈവം വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ആ കഷ്ടതയിലൂടെ പോകുമ്പം ചെയ്യുന്ന ശുശ്രൂഷയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. അല്ലെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ എഫക്റ്റീവ് മിനിസ്ട്രി ദാറ്റ് യു ആർ ഡൂയിങ് വെൻ യു ആർ ഗോയിങ് ത്രൂ പെയിൻ. നിങ്ങൾ വേദനയിലൂടെ പോകുമ്പം ചെയ്യുന്ന ശുശ്രൂഷ അതായിരിക്കും നിങ്ങളുടെ ശുശ്രൂഷകളിൽ വെച്ച് ഏറ്റവും ഫലവത്തായ ശുശ്രൂഷ. സമയക്കുറവുകൊണ്ട് ഇതൊക്കെ വിസ്തരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ സഹിതം എനിക്ക് എത്രയോ പറയാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ക്രൂശിൽ നിന്ന് തൻ്റെ ശരീരം ഇറക്കിക്കൊണ്ടുപോയി, ഞാൻ രാവിലെ പറഞ്ഞ് ഒന്നുകൂടെ പറയാം, ഈ ക്രൂശിൽ കിടക്കുമ്പോഴും എന്താണ് ആഗ്രഹിച്ച് കിടക്കുന്നത്? ഈ എന്നെ ഇത്രയും ദ്രോഹിച്ച് എന്നെ വേദനിപ്പിച്ച് ആരെങ്കിലുമൊക്കെ വന്ന് എന്നോടൊന്ന് ക്ഷമ ചോദിക്കും, ആരെങ്കിലും എന്നെ ഒന്ന് ഇറക്കിക്കൊണ്ടു പോവും. ഇല്ല, ഞാൻ പറഞ്ഞു, ആരും വന്ന് ക്ഷമ ചോദിക്കത്തില്ല. ഈ ഉപദ്രവിച്ചവരാരും വന്ന് ഇറക്കിക്കൊണ്ട് പോകത്തില്ല. ഉള്ളിൽ എല്ലാവരോടും ക്ഷമിച്ച് തൻ്റെ ശുശ്രൂഷയെല്ലാം നിവർത്തിച്ചു കഴിഞ്ഞപ്പം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ടെറ്റലസ്റ്റായ് എന്ന് പറഞ്ഞ് തൻ്റെ പ്രാണനെ വിട്ടു. അത് കഴിഞ്ഞപ്പം ഡ്യൂട്ടി മാറി, അടുത്ത ഷിഫ്റ്റ് വന്നു. ആരൊക്കെയാണ് വന്നത്? അരിമത്യോലെ, യോസെഫ്, നിക്കോദിമോസ്. പണ്ടൊരു പാസ്റ്റർ ഞങ്ങളുടെ സഭയിൽ വന്ന് പണ്ട് പ്രസംഗിച്ചു, രാത്രിയിൽ വന്നു, എന്തുകൊണ്ട് അയാൾ പകൽ വന്നില്ല, എന്തുകൊണ്ട് അയാൾ പകൽ വന്നില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ വിഷയം. അപ്പം ഞാൻ ഈ ചെറുപ്പമായിരുന്നു ഇതെല്ലാം കേട്ട് ചേട്ടോ, ഈ നിക്കോദിമോസ് ഒരു ഭയങ്കരനായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. അന്നോട്ട് എനിക്ക് നിക്കോദിമോസിനെ പറ്റി എനിക്കൊരു ബാഡ് ഇമ്പ്രഷനായിരുന്നു. ഇയാളൊരു നിക്കോദിമോസ് രാത്രി വന്നതോ പകൽ വന്നതോ അല്ല വിഷയം. ഈ ശരീരം പോയി ചോദിക്കാനുള്ള തൻ്റെ ഇടം നിക്കോദിമോസിനേ ഉള്ളൂ. അതിനുള്ളൊരു അധികാരവും ഒരു സ്ഥാനവും സ്റ്റേറ്റസും ഒക്കെ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കിട്ടിയത്. ഞാനോ നിങ്ങളെ പോയിരുന്നെങ്കിലോ കിട്ടുമോ? നമ്മളെ കൂടെ പിടിച്ച് അകത്തിട്ടേനെ. പക്ഷേ ഈ അരിമത്തിയൊക്കെ അതൊരു പണക്കാരനായിരുന്നു, അയാൾക്കൊരു കല്ലറ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ അർത്ഥം എൻ്റെ യേശുവിനെ അടക്കാൻ ഒരു നല്ല കല്ലറയും വേണമായിരുന്നു. ഇവന്മാരൊക്കെ എന്ത് ചെയ്യും? 12 ഒരുത്തൻ പോയി തൂങ്ങി, ബാക്കി 11 എന്ത് ചെയ്യും?
നമ്മുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞ അമ്മമാർ പോയ വഴിക്ക് പുല്ല് പോലും കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു അരിമത്യോലെ യോസേഫ് ഒരു നിക്കോദിമോസും പോയി കാര്യങ്ങൾ നടത്തിയെടുത്തു. അവർ പോയി ചോദിച്ചപ്പം ശരീരം കൊടുത്തു. അവരുടെ ആൾ വന്നു സൂക്ഷിച്ചിറക്കി പൊതിഞ്ഞുകൊണ്ട് കല്ലറയെ കൊണ്ടുവച്ചു. നാളെ ശനിയാഴ്ച ഓർത്തോണം. നാളെ ഇവിടെ ആരാ ശുശ്രൂഷിക്കുന്നത് എനിക്കറിയത്തില്ല. ഇന്നലെ എന്തായാലും വൈകിട്ട് ഞാൻ ഇന്ന് വരുന്നതെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടാണ് ആളില്ലാത്തത്. ഞാൻ രാവിലെ പറഞ്ഞു ടുമോറോ ഈസ് എ സാറ്റർഡേ. ഗുഡ് ഫ്രൈഡേ പോലെ ഗുഡ് സാറ്റർഡേ എന്നും പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ദർ ഇസ് എ സൈലൻസ് ഓഫ് സാറ്റർഡേ. എന്താണ്? നാളെ മൗനമാണ്. മറ്റന്നാൾ ഇലക്ഷൻ ആണെങ്കിൽ നാളെ മൗനപ്രചരണമാണെന്ന് പറഞ്ഞ പോലെ മൈക്കിൻ്റെ ശബ്ദം ഒന്നുമില്ല. അതുപോലെ നാളെ ഒരു ശബ്ദവുമില്ല. കല്ലറയിലാണ്. നമ്മുടെ ജീവിതത്തിലും ആ ക്രൂശിൻ്റെ അനുഭവം കഴിഞ്ഞാൽ ഒരു കല്ലറയുടെ ഏകാന്തതയുമുണ്ട്. നമ്മളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവും. നമ്മളെ അങ്ങ് മറക്കും. പിന്നെ ആരും നമ്മളെ ഓർക്കണമെന്നില്ല. പിന്നെ ഓർക്കണമെങ്കിൽ അടുത്ത വർഷം ഇതേ ദിവസം 1-ാം ചരമവാർഷികം എന്ന് പറഞ്ഞ് മനോരമയിൽ ഒരു കോളത്തിലൊരു പടവും ഒരു കാര്യം, അല്ലേ കൂടിപ്പോയ അവിടെ ചുവരിലൊരു ഭിത്തിയിലൊരു പടം വരും. ഇത്രയേ ഉള്ളൂ. അതിൽ കൂടി ഓർമ്മയൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. അതിൻ്റെ അർത്ഥം എല്ലാവരും നമ്മളെ മറക്കുന്ന, നമ്മളെ അവഗണിക്കുന്ന, നമ്മളെ ഒഴിവാക്കി, നമ്മളെ കൂടാതെ കാര്യങ്ങൾ നടത്താൻ തുടങ്ങും. അതും ഒരു ക്രൂശാ പ്രിയപ്പെട്ടവരെ. ആ പീപ്പിൾ അവോയ്ഡിങ് യു, ആ പീപ്പിൾ റിജക്റ്റിംഗ് യു, ആ പീപ്പിൾ ഗോയിങ് എഹെഡ് വിതൗട്ട് യു. പണ്ടൊക്കെയാണ് എന്നോട് ചോദിക്കുമായിരുന്നു ഒരു അഭിപ്രായം. ഈ പ്രായമുള്ള പല അപ്പച്ചനമ്മച്ചിമാരുടെയൊക്കെ വീടുകളിൽ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇപ്പം അവരോടൊരു അഭിപ്രായം പോലും ചോദിക്കുന്നില്ല, ഒരു ഉപദേശം ആരും ചോദിക്കുന്നില്ല, കാര്യങ്ങൾ അറിയിക്കുന്ന പോലുമില്ല. ഈ വീട്ടിൽ ഞാനായിരുന്നു അപ്പൻ, ഞാനായിരുന്നു തല. ഇപ്പം എനിക്ക് ഇച്ചിരി പ്രായമായി, ഇച്ചിരി കേൾവിക്കുറവോ, ഇച്ചിരി പാർക്കിൻസണോ അൽഷിമേഴ്സോ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ഞാനാണ്. എനിക്കിപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ട്. എനിക്കിപ്പോഴും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഇതൊക്കെയുണ്ട്. ഇച്ചിരി സ്ലോ ആ സിസ്റ്റം. പക്ഷെ എന്നാലും ഞാനാ. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങൾ ആ സ്നേഹം എന്നോട് ഇങ്ങോട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കൊണ്ട് തീരുമാനം എടുക്കുന്നു. നിങ്ങൾ ചിലതൊക്കെ എന്നോടിപ്പം ചോദിക്കുന്നില്ല. നിങ്ങൾ പലതും ഇപ്പോൾ ഒളിച്ചു വയ്ക്കുന്നു. ഞാനൊരു അധികപ്പറ്റുന്ന പോലെ എനിക്കിപ്പം തോന്നി തുടങ്ങി. പല പ്രായമുള്ളവരുടെ വീട്ടിലെ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. ശരിയല്ലേ? യേശു ആ ക്രൂശിൽ നിന്ന് തന്നെ കല്ലറയിൽ കൊണ്ടുപോയി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്കറിയാമോ ചരിത്രം? ആ സുവിശേഷം വായിച്ചു നോക്കിയേ. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ഈ തന്നെ ഉപദ്രവിച്ച, തന്നെ പീഡിപ്പിച്ച ഒരു മനുഷ്യരുടെ മുമ്പിൽ പോയി ദേ ഞാൻ വന്നേ എന്നും പറഞ്ഞ് തന്നെ വെളിപ്പെടുത്തിയില്ല. ഇന്ന് ഞാനായിരുന്നെങ്കിലോ നിങ്ങളായിരുന്നെങ്കിലോ ഒന്ന് ഉയർത്ത് കിട്ടാൻ കാത്തിരിക്കുക, നേരെ വന്നേനെ ആരുടെ അടുത്തൊക്കെ, അല്ലേ? ആലോചിച്ച് നോക്കിയേ. നമ്മൾ പീലാത്തോസിൻ്റെ വീട്ടിൽ തന്നെ ആദ്യം പോയേക്കാം. താണ്ടേ താല്ലോടോ എന്നെ വിട്ടത്. ആ അന്നാവിൻ്റെയും കയ്യപ്പാവിൻ്റെ അരമനെ കയറി ചെന്ന് ദേണ്ടേ ഞാൻ വന്നടാ. ഈ കുത്തിയവൻ്റെയും ഈ മുഖത്തടിച്ചവൻ്റെയും ഈ തുപ്പിയവൻ്റെയും ഈ ഉരിഞ്ഞോണ്ട് പോയവൻ്റെയും, അല്ലേ, എല്ലാവൻ്റെയും മുമ്പേ ചെന്ന് ഞാൻ ആൾ കളിച്ചേനെ. ഇന്ന് ഞാനും നിങ്ങളും ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ഈ ചരിത്രം പഠിച്ചു നോക്കിയാൽ അങ്ങനെയുള്ള ആരുടെയും മുന്നിലേക്ക് യേശു പോയില്ല. യേശു തേടി വന്നത് തൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്കാണ്. ആ സ്ത്രീകൾക്ക് പ്രത്യക്ഷമായി അവരാദ്യം കണ്ടത്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഓടിപ്പോയി പറ. ആരോട്? എൻ്റെ ശിഷ്യന്മാരോട് പറ, ഞാൻ ഉയർത്തെഴുന്നിട്ടെന്ന് പറ. എന്നിട്ട് കൂട്ടത്തിൽ ആ പത്രോസിനോട് പറയണേ. ഞാനാണെ പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് അവനോട് മാത്രം മിണ്ടിയേക്കരുത്. എൻ്റെ കർത്താവ് പറയാം, അവനോട് പറയണേ ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന്. ഞാൻ കാണാൻ കാത്തിരിക്കുക. ഞാൻ 2 ദിവസം എങ്ങനെ ഞാൻ അതിനകത്തിരുന്നു അവനെ കാണാതെ. കാരണം 3.5 കൊല്ലം നമ്മൾ ഉണ്ടുറങ്ങി, നമ്മൾ ഒന്നിച്ചിരുന്നേ അല്ലേ. ഐ വെയിറ്റിംഗ്. 40 ദിവസം കൂടെ അവരുടെ കൂടി ഇരുന്നു. അവർക്കൊരു ക്രാഷ് കോഴ്സ് കൊടുത്തു. രാജ്യത്തെപ്പറ്റി പഠിപ്പിച്ചു, ദൈവരാജ്യത്തെപ്പറ്റി അനുഗ്രഹിച്ചു. പോയി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു, സ്ഥലമൊരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും പെട്ടെന്ന് പിതാവ് മോനെ പോയി കൂട്ടിക്കൊണ്ട് വാ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ വരും. ആ മണവാളൻ്റെ വരവിന് വേണ്ടിയാണ് ഞാനും നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ
ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗാരോഹണം ചെയ്തു. പക്ഷേ മർക്കോസിൻ്റെ അവസാനത്തെ വാക്യം, മർക്കോസ് 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ഇത് കൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇത് ആ 12 പേരോട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടുമാണ്. സകല ജാതികളോടും സകലരോടും പോയി ഈ രാജ്യത്തിൻ്റെ സദ്വർത്തമാനം പറയണം. എന്നിട്ട് 20-ാം വാക്യം, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് പോയി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്നതെന്നറിയോ, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അതിൻ്റെ അർത്ഥം, പുറപ്പെട്ടു പോകുവീന്നുള്ള കൽപ്പന നമ്മൾ അനുസരിച്ചാൽ, നമ്മൾ ഒറ്റയ്ക്കല്ല പുറപ്പെട്ടു പോകുന്നത്, നമ്മൾ പോകുമ്പോൾ കർത്താവ് കൂടെയുണ്ട്. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അതേ കർത്താവ് അടുത്ത വാക്യത്തിൽ അവരോട് പുറപ്പെട്ടു പോയവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു. എന്തു പ്രവർത്തിച്ചു? അവരീ പറഞ്ഞ വചനം സത്യമാണെന്ന് അടയാളങ്ങളാൽ ഉറപ്പിച്ചു. ഇനി ഭാരതത്തിലെ ദൈവസഭ ഈ സുവിശേഷം പോയി സകലരോടും പറയുമെങ്കിൽ, കർത്താവ് കൂടെ ഇരുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഈ പറയുന്ന വചനം സത്യമാണ് എന്ന് ഉറപ്പിക്കേണ്ടുന്ന ജോലി കർത്താവിൻ്റെതാണ്, എൻ്റേതല്ല. ഇന്ന് നമുക്ക് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ഉറപ്പിക്കുന്നത്. ആരേലും ഒരു മൂക്കിപ്പനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉടൻ പിന്നെ എത്ര 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 എന്തിനായി ഞാനീ ഉറപ്പിക്കുന്നത്? കർത്താവ് ഉറപ്പിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അടയാളങ്ങളാൽ കർത്താവ് ഉറപ്പിക്കേണ്ട, ഞാനല്ല. ഇന്ന് നമ്മൾ ഈ കിടന്ന് ടെസ്റ്റിംഗ് എന്നല്ലാതെ ഒരു മൂക്കിപ്പനി പോലും മാറിക്കാണും. ഞാനിന്ന് അല്പം മുമ്പ് ഒരു സഹോദരനോട് പറയായിരുന്നു, പണ്ടൊക്കെ ഒരു രോഗി ഉണ്ടെങ്കിൽ ഒരു നാട്ടിൽ ഒരു വൈദ്യന്മാരെ കൊണ്ടും രക്ഷയില്ലെങ്കിൽ അവർ കട്ടിലോടെ ഈ രോഗിയെ പൊക്കിയെടുത്തുകൊണ്ട് അന്നത്തെ പ്രാർത്ഥനാ ഭവനത്തിൽ കൊണ്ടുവരും, ഒരു സഭയിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ ഫെയ്ത്തോമി കൊണ്ടുവരും, അവിടെ കൊണ്ടങ്ങ് വയ്ക്കും. എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും, ഉപവസിക്കും, അവൻ്റെ മേൽ കൈവയ്ക്കും, അല്ലെ ഈ പറഞ്ഞ പോലെ എണ്ണ പൂശി പ്രാർത്ഥിക്കും, ഉപവസിക്കും, എല്ലാം കൂടെ. ചുരുക്കി പറഞ്ഞാൽ ഒന്നേ ഇവൻ ചത്തുപോകും, അല്ലാന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോവും. മുഖ്യവാറും നടക്കുന്നത് അവൻ എഴുന്നേറ്റ് സൂപ്പെട്ട് വീട്ടിൽ പോകും. അവനടുത്ത ഞായറാഴ്ച വെളുപ്പിന് തമ്പേറും കൂട്ടി അവനെയും കൂട്ടി അടുത്ത തോട്ടിലോ ആറ്റിലോ കൊണ്ട് അവനെ മൂക്കി സ്നാനപ്പെടുത്തി അവൻ നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വന്ന് ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് സാക്ഷ്യവും പറഞ്ഞ് അവനും കുടുംബവും സ്നാനപ്പെട്ട് സഭയോട് ചേരും. ഇങ്ങനെയൊക്കെയാണ് പെന്തക്കോസ്ത് സഭകൾ ഈ ദേശത്തൊക്കെ വളർന്നത്. ഇന്ന് ചോദിച്ചോട്ടെ, ഒരു രോഗിയുണ്ടെ പ്രാർത്ഥിക്കാൻ എവിടെ കൊണ്ടുപോകണം? കുമ്മനാട്ട് കൊണ്ടുപോകണോ? അതോ മുളക്കഴ കൊണ്ടുപോകണോ? എവിടെ കൊണ്ടുപോകണം? പറഞ്ഞേ. നമ്മുടെ സഭയിൽ കട്ടിലോടെ രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭ്രാന്തുള്ളവരെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന് ഈ എന്താ പറയുക തൂണിലും മറ്റും കെട്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിട്ട് വിശ്വാസത്തിൽ അവൻ്റെ ചങ്ങലയങ്ങ് അഴിക്കും, അതങ്ങ് അഴിച്ചു വിടാൻ പറയും. അവൻ സുബോധമുള്ളവനായിട്ട് അവൻ വീട്ടിൽ പോകും. ഭൂതഗ്രസ്തരായ മനുഷ്യർ വരും, ദൈവമക്കൾ ആരാധിക്കുമ്പം അങ്ങോട്ടേ ഇളകും, അല്ലേ? ഭയങ്കര പ്രകടനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ആ ഭൂതങ്ങളെ ശാസിച്ച് ഇറക്കി വിട്ട് അവരെ വിടുവിച്ച് അയക്കുമായിരുന്നു. ഇതൊക്കെ ഒരു സാധാരണ സംഭവമായിരുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഇന്ന് ഈ തിരുവല്ല പട്ടണത്തിൽ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, അന്ന് പ്രവർത്തിച്ച കർത്താവിൻ്റെ ശക്തി ഇന്നെന്താ കുറഞ്ഞു പോയോ? കേൾക്കാൻ കഴിയാതെ കൊണ്ടോ അവൻ്റെ ചെവി എന്തോ മന്ദമായി പോയോ? ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? സൗഖ്യമാക്കുവാൻ എൻ്റെ കൈ നീട്ടിയിരിക്കയാൽ. രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, കർത്താവിൻ്റെ കൈ സൗഖ്യമാക്കുവാനായി നീട്ടിയിരിക്കുക. പക്ഷേ ആരാണ് ആ കൈ? ഞാനും നിങ്ങളുമാണ് ആ കൈ. ആരാണ് അവൻ്റെ കാലുകൾ? ഞാനും നിങ്ങളുമാണ് ആ കാലുകൾ. ആരാണ് അവൻ്റെ വായ? ഞാനും നിങ്ങളുമാണ് അവൻ്റെ വായ. നമ്മൾ അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണെങ്കിൽ കൈയും കാലും ഒക്കെ ഇരിക്കുന്ന ശരീരത്തിലാണ്. നമ്മൾ പോകണം, നമ്മൾ കൈവച്ചു പ്രാർത്ഥിക്കണം, നമ്മൾ ചേർത്ത് പിടിക്കണം. കർത്താവ് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഈ വചനത്തെ ഉറപ്പിക്കുമെന്ന് അന്ന് പറഞ്ഞത് ഇന്നും അങ്ങനെ തന്നെയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? കണ്ണുകളടയ്ക്കാം എല്ലാവരും ഒരു നിമിഷം. കർത്താവേ, ഇന്ന് കേട്ട ഈ വചനത്തിന് മുമ്പാകെ ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു. ക്രിസ്തു ഒരു മാതൃക വെച്ച് പോയി. അവൻ്റെ കാൽച്ചുവടുകളെ ഞാൻ പിന്തുടരണമെന്ന് ഞാൻ
കേട്ടു. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ആ ക്രിസ്തുവിൻ്റെ ക്രൂശ് എൻ്റെ അനുഭവത്തിൽ അനേക കാര്യങ്ങൾ ഞങ്ങളിന്ന് കേട്ട് കർത്താവേ, അതിലെല്ലാം എനിക്ക് മാതൃകയായി അവൻ വെച്ചേച്ചു പോയൊരു കാര്യമുണ്ട്. ഞാൻ പാലിക്കേണ്ടുന്ന കർത്താവെ, കർത്താവ് അനുസരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നീ എന്നോട് വ്യക്തമായി സംസാരിച്ചതിനായിട്ട് സ്തോത്രം എന്ന് ബോധ്യമുള്ളവർ മാത്രം ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. കർത്താവെ, എന്നോട് നീ ഇടപെട്ടു, എന്നോട് നീ സംസാരിച്ചു, എൻ്റെ അന്തരാത്മാവിൽ ആ നേരിയ ശബ്ദം നീ കേൾപ്പിച്ചു. നിങ്ങളിവിടെ ഭൂകമ്പത്തിനായിട്ട് കാത്തിരിക്കരുത്, നിങ്ങളിവിടെ തീക്കായിട്ട് കാത്തിരിക്കരുത്, നിങ്ങളിവിടെ കൊടുങ്കാറ്റിനായിട്ട് കാത്തിരിക്കരുത്. അതിനുള്ളിൽ യഹോവ ഇല്ലായിരുന്നു. കൊടുങ്കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. ആ തീക്കുള്ളിൽ യഹോവ ഇല്ലായിരുന്നു. ആ ഭൂകമ്പത്തിൽ യഹോവ ഇല്ലായിരുന്നു. അവൻ്റെ ഏകാന്തതയിൽ ആ ഗുഹയിലേക്ക് വന്ന് ആ നേരിയ ശബ്ദം അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. അങ്ങനെയെങ്കിൽ ഈ ബഹളത്തിലല്ല യഹോവ, ആ നേരിയ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ എത്ര പേര് നിങ്ങളുടെ ചെവിയെ ഒന്ന് കൂർപ്പിച്ച്, നിങ്ങളുടെ ചെവിയൊന്ന് ഓർത്ത് എന്നോട് സംസാരിക്കണമേ, ആ നേരിയ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിച്ച്, ഓ അങ്ങയുടെ വഴിയിൽ എന്നെ നടത്തണമേ. ഞാൻ മടങ്ങി വരുന്നു കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു. ഞാൻ പത്രോസിനെ പോലെ ഞാൻ പോയവനായിരുന്നു, ഞാൻ തള്ളിപ്പറഞ്ഞു പോയവനായിരുന്നു. കർത്താവേ, അങ്ങയുടെ ഒരൊറ്റ നോട്ടം എന്നെ നോക്കി നീ എന്നെ മടക്കി കൊണ്ടുവരുന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് മടങ്ങി വരുന്നവർ മാത്രം. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചാട്ട്. ഞാൻ മടങ്ങി വരുന്നു കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു കർത്താവേ. കർത്താവേ, ക്രൂശില്ലാത്ത ക്രിസ്ത്യാനിത്വം അത് കർത്താവേ ജഡികമാണെന്നും അത് വ്യാജമാണെന്നും അത് ചത്തതാണെന്നും കേട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് അങ്ങേ പിൻപറ്റി കർത്താവേ അങ്ങയുടെ ശിഷ്യനാകുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ മാത്രം ഒരു നിമിഷം പാസ്റ്റർ അനുവാദത്തോടുകൂടി ഒന്ന് എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇളക്കപ്പരിപ്പങ്ങളൊന്നും ഇവിടെ ഇല്ല, ഇവിടെ ഒരു നിർബന്ധവുമില്ല, ഇവിടെ മറ്റു ഗിമ്മിക്സ് ഒന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രാർത്ഥന നിങ്ങളും ദൈവമായിട്ട് പറയുക. ഈ പ്രാർത്ഥനയ്ക്ക് ഇടനിലക്കാരൊന്നും വേണ്ട. ഞങ്ങൾ ആരും ഈ പ്രാർത്ഥനയ്ക്ക് ഇടനിലക്കാരല്ല. നിങ്ങൾ ദൈവത്തോട് പറയുക, ഞങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എല്ലാവരും വായി തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാൻ എൻ്റെ കുരിശുമെടുത്തുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വന്ന് അങ്ങയുടെ ശിഷ്യനായിരിക്കുവാൻ ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നപ്പാ, എന്നെ തന്നെ സമർപ്പിക്കുന്നപ്പാ. എൻ്റെ വഴിയിൽ ഞാൻ പോയത് എന്നോട് ക്ഷമിക്കണമേ. ഞാൻ മനുഷ്യരുടെ വഴിയിൽ മനുഷ്യരുടെ ആലോചനയ്ക്ക് വഴിപ്പെട്ട് ദൈവമേ ഞാൻ മാറിപ്പോയത് എന്നോട് ക്ഷമിക്കണമേ. ഈ ലോകത്തിൻ്റെ ചില ക്രമങ്ങളിൽ ഞാൻ പെട്ട് ഈ ലോകത്തിൻ്റെ വഴിയെ ഞാൻ പോയത് എന്നോട് ക്ഷമിക്കണമേ. ഞാൻ മടങ്ങി ദൈവ വഴിയിൽ വരുന്നു, ഞാൻ മടങ്ങി ദൈവവചനത്തിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നേരിയ ശബ്ദം കേട്ട് ഞാൻ മടങ്ങി വരുന്നു കർത്താവേ. ഞാൻ യഥാസ്ഥാനപ്പെട്ട് അങ്ങയുടെ കൂടെ നിൽക്കുവാൻ കർത്താവേ, അങ്ങെന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു അതിനായി എന്നെ നീ അയക്കണമേ. അതിനായി നീ എന്നെ സജ്ജമാക്കുന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തി, എന്നെ നീ മടക്കി വരുത്തി, എന്നെ നീ മാനസാന്തരത്തിലേക്ക് നയിച്ച് എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതികളിലേക്ക് നീ എന്നെ കർത്താവേ, നീ എന്നെ സജ്ജമാക്കി അയക്കുന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് ദൈവത്തെ ദൈവത്തെ സ്തുതിച്ചാട്ട്. വായി തുറന്ന് ഞങ്ങളെ ദൂരത്തിരുന്ന് കേൾക്കുന്നവരും ഇരിക്കുന്നിടത്തിരുന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. കുരിശിൻ്റെ വഴിയെ കാര്യമറിയാതെ ക്രൈസ്തവർ കുരിശിൻ്റെ വഴി നടത്തിയപ്പോൾ ഇന്ന് കാര്യമറിഞ്ഞ ദൈവവചനപ്രകാരം ആ ക്രൂശിൻ്റെ മാതൃക പിന്തുടരുവാൻ നീ എന്നെ ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ആ ആഹ്വാനപ്രകാരം ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവേ, സമർപ്പിച്ച് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അടിയൻ ഉൾപ്പെടെ എൻ്റെ സഹോദരങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളൊരു കുടുംബമായി സഭയായി അങ്ങയുടെ സന്നിധിയിൽ വന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ഉയർത്തപ്പെട്ട കരം കാണിക്കുന്നത് മറ്റൊന്നുമല്ല കർത്താവേ. ഞങ്ങളിതാ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ അടിയറ വയ്ക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതം അടിയറ വയ്ക്കുന്നു, ഞങ്ങളുടെ ഭാവിയെ വയ്ക്കുന്നു, ഞങ്ങളുടെ മക്കളെ വയ്ക്കുന്നു, ഞങ്ങളുടെ ശുശ്രൂഷകളെ വയ്ക്കുന്നു, ഞങ്ങളുടെ സ്വപ്നങ്ങളെ വയ്ക്കുന്നു. ഞങ്ങളുടെ എല്ലാം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വെച്ച് അങ്ങയുടെ ഹിതം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറേണ്ടതിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ വന്ന് അങ്ങയുടെ പാദം ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്നു കർത്താവേ, കെട്ടിപ്പിടിക്കുന്നു കർത്താവേ. അങ്ങേ വിട്ട് ഞങ്ങൾ എവിടെ പോവും? അങ്ങേ വിട്ട് ഞങ്ങൾ എവിടെ പോവും? അങ്ങ് ഞങ്ങളെ കൈവിടാത്ത ദൈവമായിരിക്കുക. സ്തോത്രം. അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടിരിക്കുക. സ്തോത്രം.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇരിക്കാം. സമൃദ്ധിയായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി പറഞ്ഞുകൊണ്ടും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.